അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദീ അൻസല ഖുർആനൻ അറബിയ്യൻ ലഅല്ലഹും യത്തഖൂൻ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ ലഅല്ലക്കും തഅഖിലൂൻ. اللهم صل وسلم وبارك على نبينا محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ സബ്സിഡിയറി പ്രൊജക്റ്റ് ദുറൂസുൽ ലുഗത്തുൽ അറബിയ്യ ലിഗൈരി നാത്തിഖീന ബിഹ, കമ്മ്യൂണിക്കേറ്റീവ് അറബിക് അല്ലെങ്കിൽ മദീന അറബിക് 17ാം സെഷനിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. പുതിയ പദങ്ങൾ നാം നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഒന്ന്, ഹഫീദ്, മകന്റെ മകൻ അല്ലെങ്കിൽ മകളുടെ മകൻ, പൗത്രൻ. അതിൻ്റെ ബഹുവചനമാണ് ഹഫദത്തുൻ. ഖുർആനിൽ ബനീന വ ഹഫദത്തൻ എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. മക്കളും മക്കളുടെ മക്കളും. അത് മകന്റെ മക്കളുമാകാം, ഹഫീദ് എന്ന് പറയും മകന്റെ മകനുമാകാം, മകളുടെ മകനും ആകാം. അടുത്ത പദം കുല്ലിയ്യത്തുൻ. കുല്ലിയ്യത്തുൻ കുല്ലിയ്യത്തുൻ എന്ന് പറഞ്ഞാൽ കോളേജ്. അതിൻ്റെ ബഹുവചനം നമുക്കറിയാം. സ്ത്രീലിംഗത്തിന്റെ തായിൽ അവസാനിക്കുന്ന പദത്തിന്റെ ഏക ബഹുവചനം ആത്തുൻ ആയിരിക്കും. കുല്ലിയാത്തുൻ, കോളേജുകൾ. അതേപോലെ കുല്ലിയത്തു തിബ്, മെഡിക്കൽ കോളേജ്. കുല്ലിയത്തു ശരിയ, കോളേജ് ഓഫ് ലോ. കുല്ലിയത്തുൽ ഹന്ദസ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. കുല്ലിയത്തു തിജാറ, കോളേജ് ഓഫ് ട്രേഡിംഗ് ഓർ കോളേജ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. കുല്ലിയത്തു തിജാറ, കോളേജ് ഓഫ് ബിസിനസ് സ്റ്റഡീസ്. ദസ്തൂറുൻ, ഭരണഘടന. അഹുൻ നാം നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ അത് എടുത്തു കൊടുക്കാൻ കാരണം അഹുന്റെ ബഹുവചനം യഹ്വത്തുൻ എന്നാണ് നാം പഠിച്ചിരിക്കുന്നത്. എന്നാൽ യഹ്വാനുൻ എന്നും ബഹുവചനമുണ്ട്. യഹ്വാനുൻ. മറ്റൊരു പ്രയോഗം അഹ്ലൻ വസഹ്ലൻ വ മർഹബൻ, സ്വാഗതം എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. അഹ്ലൻ വസഹ്ലൻ എന്ന് മാത്രവും പറയാം, മർഹബൻ എന്നും മാത്രവും പറയാം. ഇത് രണ്ടും കൂടെ ഒരുമിച്ചും ഉപയോഗിക്കലുണ്ട്. അടുത്തൊരു പദം യൂനാൻ. യൂനാൻ ഗ്രീസ്. അതേപോലെ നസ്രാനി നമുക്കറിയുന്നതാണ്. നസ്രാനിയുൻ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി. അതിന്റെ ബഹുവചനമാണ് നസാറ. നമുക്ക് പാഠത്തിലേക്ക് നോക്കാം. അദ്ദർസുർ റാബിഅ അശറ. അദ്ദർസുർ റാബിഅ അശറ, ലെസൺ 14th ലെസൺ. കോൺവെർസേഷനായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അൽ ഫിത്തിയത്തു, നമുക്കറിയാം. ഫിത്തിയത്ത് യുവാക്കൾ. ഫിത്തിയത്തുൻ യുവാക്കൾ. അതിന്റെ ഏകവചനം ഫത്തൻ. സമീഅന ഫത്തൻ എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. സമീഅന ഫത്തൻ യദ്കുറുഹും യുഖാൽ ലഹു ഇബ്രാഹിം. അതേപോലെ അതിന്റെ ബഹുവചനം ഇന്നഹും ഫിത്തിയത്തുൻ, അൽ കഹ്ഫ് അധ്യായത്തിലും വന്നിട്ടുണ്ട്. അപ്പോൾ അൽ ഫിത്തിയത്തു അസ്സലാമു അലൈക്കും, യുവാക്കൾ വന്ന് സലാം പറയുകയാണ്. അസ്സലാമു അലൈക്കും. ഹാമിദ് മറുപടി പറയുന്നു, ഹാമിദുൻ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഇസ്ലാമിക ഉപചാര പ്രകാരം, മര്യാദ പ്രകാരം ഒരാൾ സലാം പറയുമ്പോൾ അതിന് മറുപടി പറയുകയും കുറച്ച് കൂടുതൽ ആശംസകൾ അർപ്പിക്കുകയും വേണം. അസ്സലാമു അലൈക്കും എന്നൊരാൾ പറഞ്ഞാൽ വലൈക്കും അസ്സലാം, നിങ്ങൾക്കും സമാധാനം ഉണ്ടാകട്ടെ, നിങ്ങൾക്കും ലക്ഷ്യം സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുന്നതോടൊപ്പം വറഹ്മത്തുള്ളാഹി, അള്ളാഹുവിൻ്റെ കാരുണ്യവും ഉണ്ടാകട്ടെ, ബറകാത്തുഹു, അവൻ്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അപ്പം ഇങ്ങോട്ട് തരുന്നതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് കൊടുക്കണമെന്നാണ്. അത് സലാം പറയുന്നതിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഇസ്ലാം അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അഹദുൽ ഫിത്തിയ, അഹദുൽ ഫിത്തിയ, യുവാക്കളിൽ ഒരാൾ. അഹദ് ഒരുവൻ. അപ്പോൾ അഹദുൽ ഫിത്തിയ, അഹദുൽ ഫിത്തിയത്തു, അഹദുൽ റിജാൽ, പുരുഷന്മാരിൽ ഒരാൾ. അഹദുൽ ഫിത്തിയത്തു, യുവാക്കളിൽ ഒരാൾ. അഹദുൽ ഔലാദ്, ആൺകുട്ടികളിൽ ഒരാൾ. കൈഫ ഹാലുക യാ അമ്മി, യാ അമ്മി. അപ്പൊ ഇത് ബന്ധുക്കളാകാം, ബന്ധുത്വമില്ലാത്ത ആളാകാം. ഇവിടെ ബന്ധുത്വം ഇല്ലാത്ത ആള് ആയിട്ടാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പൊ അമ്മ എന്ന് പറഞ്ഞാൽ നാം പഠിച്ചത് പിതാവിന്റെ സഹോദരൻ അല്ലെങ്കിൽ പിതൃവ്യൻ. സാധാരണ നാം മലയാളത്തിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇക്ക അല്ലെങ്കിൽ മാമ എന്നൊക്കെ വിളിക്കുന്ന പോലെയാണ് അറബിയിൽ അമ്മ ഉപയോഗിക്കുന്നത്. അങ്കിൾ, ഇംഗ്ലീഷിൽ നമ്മൾ അങ്കിൾ എന്ന് പറയുമല്ലോ. അപ്പൊ അങ്കിൾ എന്ന് പറയുമ്പോൾ അപരിചിതനെയും അങ്കിൾ എന്ന് വിളിക്കാറുണ്ട്, ബന്ധുത്വമില്ലാത്ത ആളെ. അപ്പൊ അത് റെസ്പെക്ട് ചെയ്തുകൊണ്ട് വിളിക്കുന്നതാണ്. ഇവിടെ അത്തരത്തിലുള്ള ഒരു പ്രയോഗമായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോ കൈഫ് ഹാലുക യാ അം, അങ്കിൾ ഹൗ ആർ യു. ഹാമിദ് മറുപടി പറയാണ്, ഹാമിദ് അന ബിഖൈരിൻ വൽഹംദുലില്ലാ, അന ബിഖൈരിൻ വൽഹംദുലില്ലാ. ഇപ്പോൾ ഇസ്ലാമിക ഉപചാര പ്രകാരം നമ്മൾ സാധാരണ മലയാളത്തിലൊക്കെ പലപ്പോഴും എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പോകുന്നു പറയും. എന്താണ് വിശേഷണം എന്ന് ചോദിച്ചാൽ നല്ല വിശേഷമാണ് എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. അതാണ് മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണത്. ചില യൂറോപ്യന്മാർ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിൻ്റെ ഒരു പ്രതിഫലനം കൊണ്ട് തന്നെ ഇസ്ലാം സ്വീകരിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഒരു കോബ്ലർ, ചെരുപ്പ് കുത്തിയുടെ അടുക്കൽ ഒരു വെള്ളക്കാരൻ, ഒരു ഈജിപ്ഷ്യൻ ചെരുപ്പ് കുത്തി, ഈജിപ്തിൽ വെച്ച് വെള്ളക്കാരൻ ഷൂ പോളിഷ് ചെയ്യാൻ കുട്ടിയോട് പറഞ്ഞു. കുട്ടി ഒരു കുട്ടിയായിരുന്നു. കുട്ടി ഷൂ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വെള്ളക്കാരൻ ചോദിച്ചു, ഹൗ ആർ യു. കുട്ടി പറഞ്ഞു അൽഹംദുലില്ലാ. പെട്ടെന്ന് അദ്ദേഹത്തിന് അതിൻ്റെ മീനിങ് മനസ്സിലായില്ലെങ്കിലും പിന്നീട് അദ്ദേഹം അതിനെക്കുറിച്ച് പഠിക്കുകയും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോബ്ലർ, ഒരു ചെരുപ്പ് കുത്തിയായ ഒരു ചെറിയ കുട്ടിക്ക് എന്താണ് അൽഹംദുലില്ലാ എന്ന് പറയാൻ കാരണം എന്ന് അന്വേഷിക്കുകയും അള്ളാഹുവിന് സ്തുതി, ദൈവത്തിന് സ്തുതി എന്ന് പറയാൻ എന്താണ് കുട്ടിയെ പ്രേരിപ്പിച്ചെന്ന് പഠിക്കുകയും അത് മുഖേന ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പം അതൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സമീപനമാണ്, മനഃശാസ്ത്രപരമായ സമീപനമാണ്. എപ്പോഴും നാം നല്ലതാണ് എന്ന് പറയുക, അതേപോലെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുക, അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. അന ബി ഖൈരിൻ വൽഹംദുലില്ലാ. അന ബി ഖൈരിൻ, ബി വന്നതുകൊണ്ട് ഖൈരിൻ എന്നാണ് പറയുന്നത്. അന ബി ഖൈരിൻ വൽഹംദുലില്ലാ. അപ്പം ലമ്മാണ് അടിസ്ഥാനപരമായി അടയാളം, അതുകൊണ്ട് അൽഹംദു എന്ന് പറഞ്ഞു. ലമ്മിനെ മാറ്റാൻ വേണ്ടിയുള്ള മറ്റ് കാരണമൊന്നും വന്നിട്ടില്ല. അൽഹംദുലില്ലാ, ലില്ലാഹി എന്നാണ്. അൽഹംദുലില്ലാഹി നമുക്കറിയാമല്ലോ. എന്തുകൊണ്ടാ ലി എന്ന കസ്ർ വരുത്തുന്ന പദം ചേർന്ന് വന്നതുകൊണ്ടാണ് അള്ളാഹു എന്ന നാമത്തിന്റെ അവസാനം കസ്ർ വന്നത്. കൈഫ ഹാലുക്കും എന്ന് അദ്ദേഹം തിരിച്ച് വീണ്ടും ചോദിക്കുകയാണ്. അദ്ദേഹം തിരിച്ച് യുവാക്കളോട് ചോദിക്കുകയാണ്, കൈഫ ഹാലുക്കും, എന്താണ് നിങ്ങളുടെ അവസ്ഥ. എന്താണ് ഇത് പഠിക്കേണ്ടത്? അമ്മിനോട് കുട്ടികൾ എന്താ ചോദിച്ചത്?
കെഫ് ഹാലുക്ക യാ അമ്മി, കെഫ് ഹാലുക്ക, കെഫ് ഹാലുക്ക. അപ്പോ ഹാലുക്ക, ഹാല് അവസ്ഥ, ഹാലുക്ക എന്നാണ് ചോദിച്ചത്. അമ്മ എന്ന് തിരിച്ചെന്ത് ചോദിക്കുന്നു? കെഫ് ഹാലുക്കും, ഫിത്യത്തിനോട്, കുട്ടികളോട്, യുവാക്കളോട് എന്ത് ചോദിക്കുന്നു? കെഫ് ഹാലുക്കും. അവർ ബഹുവചനമായതുകൊണ്ട് ഹാലുക്കും എന്ന് ചോദിച്ചു. നിങ്ങളുടെ ഹാൽ എന്താണ്? മൻ അൻതും, ഹു ആർ യു? മൻ അൻതും, അൻതും നിങ്ങൾ, മൻ അൻതും. അവിടെ മൻ എന്നതിന് പകരം മറ്റൊരു പദമില്ല ബഹുവചനമായിട്ട് ഉപയോഗിക്കാൻ. അതുകൊണ്ട് മൻ അൻതും എന്ന് തന്നെ ചോദിച്ചാൽ മതി. നിങ്ങൾ ആരെല്ലാമാണ് എന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അത് അറബിയിൽ പറയുമ്പോൾ അവിടെ ബഹുവചനം ഉപയോഗിക്കേണ്ടതില്ല. മലയാളത്തിൽ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ്. അഹദുഹും, അവരിൽ ഒരാൾ, അഹദുഹും. അപ്പോ നേരത്തെ പറഞ്ഞ എന്താണ്? അഹദുൽ ഫിത്തിയത്തി, യുവാക്കളിൽ ഒരാൾ. അതിനോട് സർവനാമങ്ങൾ അറ്റാച്ച് ചെയ്തപ്പോൾ എന്തായി? അഹദുഹും, അവരിൽ ഒരാൾ. നഹ്നു അബ്നാഉ ദുക്തൂരി മൂസ, അബ്നാഉ ദുക്തൂരി മൂസ. നഹ്നു അബ്നാഉ ദുക്തൂരി. എന്തുകൊണ്ട് ദുക്തൂരി എന്ന് വന്നു? അബ്നാഉ ദുക്തൂരി, ഡോക്ടറിന്റെ മക്കളാണ് ഞങ്ങൾ. നഹ്നു അബ്നാഉ ദുക്തൂരി, ടെക്സ്റ്റിൽ കസറിട്ടിട്ടുണ്ട്. 82-ാമത്തെ പേജാണ് നമ്മൾ വായിക്കുന്നത്. നഹ്നു അബ്നാഉ ദുക്തൂരി, ഞങ്ങൾ ഡോക്ടറിന്റെ മക്കളാണ്. ഏത് ഡോക്ടറിന്റെ എന്ന് പറയുമ്പോഴെന്തായി? ആ പേര് മാത്രം ചേർത്താൽ മതി. അബ്നാഉ ദുക്തൂരി മൂസ, ഞങ്ങൾ ഡോക്ടർ മൂസയുടെ മക്കളാണ്. അപ്പോ ഞങ്ങൾ ഉസ്താദ് മുഹമ്മദിന്റെ മക്കളാണ് എന്നങ്ങനെ പറയുന്നു. നഹ്നു അബ്നാഉൽ ഉസ്താദ് മൂസ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? അൽ ചേർത്തിട്ടാണ് പറയുന്നത്. അൽ ഉസ്താദ് അൽ ദുക്തൂർ മൂസ. അപ്പൊ അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു? പേരും കൂടെ ചേർക്കുന്നു. നഹ്നു അബ്നാഉ ദുക്തൂരി മൂസ. മൂസയുടെ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ അബ്നാഉ ദുക്തൂരി എന്ത് പറയും? നഹ്നു അബ്നാഉ ദുക്തൂരി മുഹമ്മദിൻ എന്ന് പറയണം. കാരണം എന്താണ്? ദുക്തൂറിന് പകരമാണ് മൂസ അല്ലെങ്കിൽ അതിന് ചേർന്ന് വരുന്ന പേര് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ദുക്തൂറിനുള്ള അടയാളം മുഹമ്മദിനും കൊടുക്കണം. ഞങ്ങൾ ഡോക്ടർ മുഹമ്മദിന്റെ മക്കളാണ്. നഹ്നു അബ്നാഉ ദുക്തൂരി മുഹമ്മദിൻ. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിച്ചോ, കുഴപ്പമില്ല. സംശയമുള്ള മനസ്സുമായിട്ട് ക്ലാസ്സിൽ ഇരുന്നാൽ പിന്നെ പറയുന്നൊന്നും മനസ്സിലാവില്ല. ഹാമിദ് മറുപടി പറയാണ്. ഇതിൽ കോൺവെർസേഷൻ സിസ്റ്റം പഠിച്ചോളണം നിങ്ങൾ. സംഭാഷണത്തിന്റെ ഒരു രീതി, ഒരുപാട് ഔപചാരികതകളുണ്ട് അറബിയിൽ സംസാരിക്കുമ്പോൾ. അറബിയിൽ സംസാരിക്കുമ്പോൾ എന്താ പറഞ്ഞത്? നമ്മൾ സലാം പറഞ്ഞപ്പോൾ പറഞ്ഞു മറുപടി പറയുമ്പോൾ കുറച്ചുകൂടെ കൊടുക്കണം. രണ്ടാമത്തെ ചോദ്യത്തിന് കൈഫ് ഹാലുക്ക എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? അനബി ഖൈർ എന്ന് പറഞ്ഞാലും മതി. പക്ഷെ ഇവിടെ വൽഹംദുലില്ലാ കൂടെ ചേർത്തു. അതേപോലെ അഹ്ലം വ സഹ്ലൻ, ഇപ്പൊ ഇവര് പേര് പറഞ്ഞ ഉടനെ എന്ത് ചെയ്തു? അവര് പരിചയപ്പെടുത്തിയ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു? നമ്മളാണെങ്കിൽ മലയാളത്തിലൊന്നും മിണ്ടില്ല, വേറെ ഒന്നും പറയാനില്ല. പരിചയപ്പെടുത്തിയ ഉടനെ തന്നെ മറുപടി എന്ത് ചെയ്യുന്നു? ഉടനെ തന്നെ അവർക്ക് വെൽക്കം, സ്വാഗതം പറയുന്നു. ഹാമിദ് എന്ത് പറയുന്നു? അഹ്ലൻ വ സഹ്ലൻ വ മർഹബൻ, യു ആർ വെൽക്കം. അഹ്ലൻ വ സഹ്ലൻ വ മർഹബൻ, സ്വാഗതം സ്വാഗതം. അഹ്ലൻ വ സഹ്ലൻ വ മർഹബൻ. അബൂക്കും സ്വദീഖി, അബൂക്കും സ്വദീഖി, നിങ്ങളുടെ പിതാവ് എൻ്റെ സുഹൃത്താണ്. സ്വദീഖ് സുഹൃത്ത്, ഖുർആനിൽ വന്ന പദമാണ്. ഔ സ്വദീഖിക്കും എന്ന പദം ഖുർആനിൽ വന്നിട്ടുണ്ട്. ഔ സ്വദീഖിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന്. ബൈത്ത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ തുടക്കത്തിൽ, ആയത്തിന്റെ തുടക്കത്തിൽ ബൈത്ത് അല്ലെങ്കിൽ വീടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതെല്ലാം വീടുകൾ നിങ്ങൾക്ക് ആഹാരം കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
ആ കൂട്ടത്തിൽ ഔ സ്വദീഖിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സുഹൃത്തിൻ്റെ. അപ്പോൾ സ്വദീഖ് ഖുർആനിൽ വന്നിട്ടുണ്ട്, സുഹൃത്ത്. സാഹിബ് എന്നും ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഖാലിലെ സാഹിബിഹി, തൻ്റെ സാഹിബിനോട് അദ്ദേഹം പറഞ്ഞ സന്ദർഭം. ഭാഷയിൽ ഉപയോഗിക്കുമ്പോൾ സദീഖ് എന്നും ജമീൽ എന്നുമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ പാഠത്തിൽ നമ്മുടെ കോഴ്സിൽ ജമീൽ എന്നത് ക്ലാസ്മേറ്റ് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ടാണ് സദീഖ് എന്ന പദം ഇവിടെ ഉപയോഗിച്ചത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ സഹോദരനാണ്. പക്ഷെ ഇവിടെ ഔപചാരികമായി ഒരു അമ്മ എന്ന് വിളിച്ചതാണ്, അതായത് ഒരു ബഹുമാന പുരസ്സരമായി അമ്മ എന്ന് വിളിച്ചതാണ്. യഥാർത്ഥത്തിൽ അവരുടെ പിതാവിന്റെ സഹോദരനല്ല. അബൂക്കും സദീഖി, നിങ്ങളുടെ പിതാവ് എൻ്റെ സുഹൃത്താണ്. അപ്പൊ ഇവിടെ നമ്മുടെ വിഷയം അബൂക്കും നിങ്ങളുടെ പിതാവ്, സദീഖി എൻ്റെ സുഹൃത്ത്. അഹദുഹും അവരിൽ ഒരാൾ. ഇപ്പൊ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അബൂഹു അവന്റെ പിതാവ്, അബൂഹും അവരുടെ പിതാവ്, അബൂക്ക നിന്റെ പിതാവ്, അബൂക്കും നിങ്ങളുടെ പിതാവ്, അബി എന്റെ പിതാവ്, അബൂന ഞങ്ങളുടെ പിതാവ്, അബൂഹ അവരുടെ പിതാവ്. അതേപോലെ സ്വദീഖുഹു അവന്റെ സുഹൃത്ത്, സ്വദീഖുഹും അവരുടെ സുഹൃത്ത്, സ്വദീഖുക്ക നിന്റെ സുഹൃത്ത്, സ്വദീഖുക്കും നിങ്ങളുടെ സുഹൃത്ത്, സ്വദീഖി എന്റെ സുഹൃത്ത്, സ്വദീഖുന ഞങ്ങളുടെ സുഹൃത്ത്, സ്വദീഖുഹ അവളുടെ സുഹൃത്ത്. അതിന് അമ്മുക്കും ഷേഖ് ഐസ, അതിന് അമ്മുക്കും ഷേഖ് ഐസ. അമ്മ എന്നത് ഇവിടെ യഥാർത്ഥത്തിലുള്ള അമ്മായിട്ടാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞ അമ്മ കൈഫ ഹാലിക്കും യാ അമ്മി എന്ന് ചോദിച്ചത് ബഹുമാന പുരസ്സരം അമ്മ എന്ന് വിളിച്ചതാണ്. ഇപ്പൊ ഇവിടെ ഹാമിദ് തിരിച്ചു ചോദിക്കുകയാണ്, അതിന് അമ്മുക്കും ഷേഖ് ഐസ, നിങ്ങളുടെ പിതൃവ്യൻ ഷേഖ് ഐസ എവിടെ? അതിന് അമ്മുക്കും ഷേഖ് ഐസ. ഇപ്പൊ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുമ്പോൾ ഷേഖ് ഈസ എന്ന് പറയും. അതിൽ അറബി പറയുമ്പോൾ അൽ ഉണ്ട് അവിടെ, ഷേഖ് ഈസ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദക്തൂർ മൂസ എന്ന് പറഞ്ഞതുപോലെ ഷേഖ് ഈസ. അതിന് അമ്മുക്കും ഷേഖ് ഈസ അഹദുഹും അവരിൽ ഒരാൾ മറുപടി പറയും, ഹുവ മരീദുൻ, ഹി ഈസ് സിക്ക്. മരീദ് സിക്ക്, രോഗി. നേരത്തെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഹുവ മരീദുൻ, അദ്ദേഹത്തിന് സുഖമില്ല. ഹുവൽ ആന ഫിൽ മുസ്തഷ്ഫ, മുസ്തഷ്ഫ നാം പഠിച്ചിട്ടുണ്ട്. ഹുവൽ ആൻ ഫിൽ മുസ്തഷ്ഫ, ഹുവൽ ആൻ നൗ, അൽ ആൻ നൗ. ഖുർആനിൽ വന്നിട്ടുള്ള വാക്കാണ് അൽ ആൻ. അൽ ആന ഖഫഫ അല്ലാഹു അലൈക്കും, അൽ ആന ഹസൽ ഹഖ്, അങ്ങനെയൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട്. അൽ ആൻ ഇപ്പോൾ. ഫിൽ മുസ്തഷ്ഫ, അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഫിൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിലാണ്. അപ്പൊ അവിടെ ആൾ ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്? അദ്ദേഹം ഒരു പ്രത്യേക ഹോസ്പിറ്റലിലാണല്ലോ, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലല്ല, ഫിൽ മുസ്തഷ്ഫ. അപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിലാണ്. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിലാണ്. ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ ഹീസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹീസ് ഇൻ എ ഹോസ്പിറ്റൽ എന്നല്ല പറയും, ഹീസ് ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന പോലെ ഹുവൽ ആൻ ഫിൽ മുസ്തഷ്ഫ, അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ്. ഹമീദ്. അപ്പോൾ ഉടനെ തന്നെ ഔപചാരികത വന്നു. നമ്മൾ ആ ആഹാ എന്നൊക്കെ പറയുന്ന പോലെയല്ല. അറബിയിൽ ഉടനെ തന്നെ ഔപചാരികത വന്നു. ഷഫാഹുല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തിന് ഷിഫ കൊടുക്കട്ടെ. അപ്പൊ അതും പഠിച്ചു. ഷഫാഹുല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തിന് ഷിഫ കൊടുക്കട്ടെ, അദ്ദേഹത്തിന് ശമനം നൽകട്ടെ. ഷഫാഹുല്ലാഹു. അപ്പോ റളിയല്ലാഹു എന്ന് നമ്മൾ പറയുന്ന പോലെ റളിയല്ലാഹു അൻഹു, അള്ളാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെടട്ടെ എന്നാണല്ലോ. പക്ഷെ അത് പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്.
റളിയല്ലാഹു, അള്ളാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെട്ടു എന്നാണ് ഭാഷാർത്ഥം. പക്ഷേ അതൊരു പ്രാർത്ഥനയായിട്ട് ഉപയോഗിക്കുമ്പോൾ അള്ളാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെടട്ടെ എന്നാണ്. അതേപോലെ ഷഫാഹു, ഷഫാ എന്ന് പറഞ്ഞാൽ ശിഫ നൽകി, ഹു അദ്ദേഹത്തിന്, അള്ളാഹു അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകി എന്നതാണ് ഭാഷാപരമായ അർത്ഥം. പക്ഷേ അത് ഇതേപോലെ ഒരു ആശംസയായിട്ട് പറയുമ്പോൾ ഷഫാഹുല്ലാഹു, അള്ളാഹു അദ്ദേഹത്തിന് ശിപാർശ നൽകട്ടെ. അപ്പോൾ വളരെ മനോഹരമായ ഒരു ഭാഷയാണ് അറബി ഭാഷ. അതിൽ ഒരുപാട് ഔപചാരികതകളുണ്ട്. ഔപചാരികതകളെല്ലാം ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു എന്നത് എല്ലാ മനുഷ്യരും അള്ളാഹു എന്നാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ദൈവം, ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് പോലെ മറ്റൊരു പദമല്ല. അറബി മുസ്ലിങ്ങൾ അള്ളാഹു എന്നും, ക്രിസ്ത്യാനികൾ യഹോവ എന്നും, ഹിന്ദുക്കൾ ദൈവമെന്നും അല്ലെങ്കിൽ ഈശ്വരനെന്നും, അങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് പ്രത്യേക രീതി ഇല്ല അറബി ഭാഷയിൽ. അറബി ഭാഷ നിങ്ങൾ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കിയാൽ അറബിയിൽ യഹോവയ്ക്ക് അള്ളാഹു എന്ന് കാണാം. അള്ളാഹു എന്ന പദമാണ് അറബിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യരും വന്ന് അള്ളാഹു എന്നാണ് പറയുന്നത്. ഇപ്പോ ഒരു ക്രിസ്ത്യാനിയോട് ഹൗ ആർ യു, കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാലും അയാൾ അൽഹംദുലില്ലാ എന്ന് പറയും. അതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പൊ ഷഫാഹുല്ലാഹു, അള്ളാഹു അദ്ദേഹത്തിന് ശിപാർശ നൽകട്ടെ. മൻ ഹാദിഹി തിഫ്ലത്തുല്ലതി മഅക്കും, മൻ ഹാദിഹി തിഫ്ലത്തുല്ലതി മഅക്കും. ഇവിടെ ഹാദിഹിക്ക് അടയാളം ഇടേണ്ട കാര്യമില്ല. മൻ ഹാദിഹി, ഹാദിഹി എന്നത് ഉപയോഗിച്ച് എന്തുകൊണ്ടാണ്? അത്തിഫിലത്തു, അത് സ്ത്രീലിംഗമായത് കൊണ്ടാണ്. അപ്പോൾ തിഫ്ലുൻ ശിശു, അപ്പോൾ ആ തിഫ്ലുൻ ഫീമെയിൽ ആയതുകൊണ്ടാണ് തിഫ്ലത്തിൻ എന്ന് ഉപയോഗിച്ചത്. മൻ ഹാദിഹി തിഫ്ലത്തു, ഈ കുഞ്ഞ് ആരാണ്? മലയാളത്തിൽ എങ്ങനെ പറയാൻ പറ്റും, പക്ഷേ അത് പെൺകുഞ്ഞായതുകൊണ്ടാണ്. ഈ പെൺകുഞ്ഞ് ആരാണ്? അല്ലത്തി മഅക്കും, നിങ്ങളോടൊപ്പമുള്ളതായ. അപ്പോൾ ഹാദിഹി അത്തിഫിലത്തു, തിഫിലിനെ ഉപയോഗിച്ചതിൻ്റെ കൂടെ എന്ത് ചെയ്തു? ഹാദിഹി ഉപയോഗിച്ചു. അതേപോലെ തന്നെ അതിനെ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലത്തിയാണ് ഉപയോഗിച്ചത്. അല്ലതിക്ക് പകരം അല്ലത്തിയാണ് ഉപയോഗിച്ചത്. അല്ലത്തി എന്ന തിഫിലത്തിൻ്റെ കൂടെ അല്ലത്തി, അല്ലതി അല്ല ഉപയോഗിക്കുക. അല്ലതി എന്ന് പറയുമ്പോൾ അത് പുല്ലിംഗമാണ്. അതിനെ കുറിക്കാൻ വേണ്ടി, തിഫിലത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി അല്ലത്തി ആണ് ഉപയോഗിക്കുന്നത്. കാരണം തിഫിലത്ത് ഫീമെയിൽ ആയതുകൊണ്ട്. അല്ലത്തി മഅക്കും, നിങ്ങളോടൊപ്പം ഉള്ളതായ. അപ്പൊ മഅക്കും എന്ന വാക്കും നമ്മുടെ പഠന വിഷയമാണ്. കൺസെപ്റ്റ്, ലെസന്റെ ഒരു പ്രധാന കൺസെപ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. മഅഹു അവനോടൊപ്പം, മഅഹും അവരോടൊപ്പം, മഅക്ക നിന്നോടൊപ്പം, മഅക്കും നിങ്ങളോടൊപ്പം, മഅി എന്നോടൊപ്പം, മഅന ഞങ്ങളോടൊപ്പം, മഅഹ അവളോടൊപ്പം. അഹദുഹും അവരിലൊരാൾ മറുപടി പറയാണ്, ഹിയ ഉഖ്തുന, ഹിയ ഉഖ്തുന, അവൾ ഞങ്ങളുടെ സഹോദരിയാണ്. അപ്പൊ ഹിയ എന്ന പ്രോനോണും പഠിച്ചു, നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതൊന്നുകൂടി പ്രാക്ടീസ് ചെയ്യാണ്. പഠിച്ചതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ് ലെസണിൽ. ഹാമിദ് മറുപടി, ഹാമിദ് ചോദിക്കുകയാണ്, മസ്മുഹ, വാട്ട് ഇസ് യുവർ നെയിം? മസ്മുഹ, മാ ഇസ്മുഹ എന്നല്ല, മസ്മുഹ. അതുകൊണ്ടാണ് ഇസ്മിന്റെ അലിഫിന് ചേർത്ത് വായിക്കുമ്പോൾ ഉച്ചാരണം ഇല്ലാത്ത അടയാളം കൊടുത്തിരിക്കുന്നത്. ആ അലിഫിന്റെ മുകളിൽ നോക്കുക, ടെക്സ്റ്റിലുണ്ട്. എനിക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് കൊടുക്കാൻ കഴിയില്ല. അതിന് പ്രത്യേകം ഫോണ്ട് സെലക്ട് ചെയ്ത് മാറ്റണം. അതുകൊണ്ട് ടൈപ്പ് ചെയ്തിരിക്കുമ്പോൾ ചേർത്തിട്ടില്ല ഞാൻ. ടെക്സ്റ്റിൽ അത് കൊടുത്തിട്ടുണ്ട്, അടയാളം, അലിഫിന്റെ മുകളിൽ അടയാളമുണ്ട്. അപ്പോൾ ഇസ്മ എന്ന, നാം നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇസ്മ എന്ന പദത്തിന്റെ അലിഫിന് സ്വതവേ ഉച്ചാരണമില്ല. അതുകൊണ്ട് ചേർത്ത് വായിക്കുമ്പോൾ ഇടയിൽ ഈ ഉച്ചരിക്കില്ല, തുടക്കത്തിൽ മാത്രമേ ഈ ഉച്ചരിക്കുള്ളൂ. മസ്മുഹ, വാട്ട് ഈസ് ഹർ നെയിം? എന്താണ് അവളുടെ പേര്? ഇസ്മുഹ, അവളുടെ പേര്. അഹദുഹും അവരിലൊരാൾ. ഇസ്മുഹ ലൈല, അവരുടെ പേര് ലൈല എന്നാണ്. ഹാമിദ്, ഐന ബൈത്തുക്കുമുൽ ജദീദ്, ഐന ബൈത്തുക്കുമുൽ ജദീദ്.
നിങ്ങളുടെ പുതിയ വീട് എവിടെയാണ്? ഐന ബൈത്തുക്കും. അപ്പൊ ഐന എന്ന വാക്കിന്റെ അവസാനത്തെ അടയാളം എന്താണ്? എപ്പോഴും ഫത്തഹ് തന്നെയായിരിക്കും. അതുകൊണ്ട് ഫത്തഹ് ഇടേണ്ട കാര്യമില്ല. ഐന എന്നുള്ള ഐനി എന്നോ ഐനോ എന്നോ ഒരിക്കലും വരില്ല. ഐന. ബൈത്തുക്കും എന്നത് ബൈത്തിന്റെ ലമ്മ് എന്താണ്? അടിസ്ഥാനപരമായ ലമ്മാണ്. അതിനു മുമ്പ് ലമ്മ് മാറേണ്ട കാരണങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അവിടെയും അടയാളം ഇടേണ്ട കാര്യമില്ല. ഐന ബൈത്തുക്കുമുൽ ജദീദു. അപ്പൊ ജദീദിന് ഞാൻ ലമ്മ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ? അതറിയണം. ഐന ബൈത്തു, ബൈത്തിന്റെ അവസാനത്തെ അടയാളം ലമ്മാണ്. അതുകൊണ്ട് അതിന്റെ വിശേഷണമാണ് അൽ ജദീദ്. ഐന ബൈത്തുക്കും അൽ ജദീദു. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മുമ്പ് നാം നാമവും നാമവിശേഷണത്തെയും പരിചയപ്പെടുത്തി ഇതേ കോഴ്സിൽ തന്നെ. അപ്പൊ നാമത്തിന്റെ വിശേഷണം എന്തായിരിക്കണം? ആദ്യം പറഞ്ഞ നാമത്തിന്റെ 4 കാര്യങ്ങൾ കൊണ്ട് രണ്ടാമത്തെ അതിന്റെ വിശേഷണം ചോദിച്ചു വരണം. ഇപ്പൊ ബൈത്തുക്കും എന്നത് എന്താണ്? ബൈത്തുക്കും എന്നത് സ്പെസിഫിക് നൗണാണ്. അൽ ജദീദ് സ്പെസിഫിക് ആണ്. ബൈത്തുക്കും എങ്ങനെ സ്പെസിഫിക് ആയി? അത് പ്രോനോണിനോടൊപ്പം അറ്റാച്ച് ചെയ്തത് കൊണ്ട്. ഏതെങ്കിലും ഒരു വീടിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് നിങ്ങളുടെ വീടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്തായി? അത് സ്പെസിഫിക് ആയി. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്, ഒരു നൗൺ സ്പെസിഫിക് ആണ് എന്നതിൻ്റെ അടയാളം ഒന്ന് അൽ ചേർന്ന് വരിക, രണ്ട് അതിനെ ആ നൗണിനെ വേറൊന്നിലേക്ക് അറ്റാച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇദാഫത്ത് ചെയ്യുക. ബൈത്തു മുഹമ്മദിൻ, അൽ ബൈത്തു എന്ന് പറഞ്ഞപ്പോൾ ബൈത്ത് എന്തായി? സ്പെസിഫിക് ആയി. അതേപോലെ ബൈത്തു മുഹമ്മദിൻ എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദിന്റെ വീട് അപ്പോഴും എന്തായി? സ്പെസിഫിക് ആയി. അൽ ചേർന്ന് വരുന്നതിന് തുല്യമാണ് മറ്റൊന്നിനോടൊപ്പം അറ്റാച്ച് ചെയ്യുക അല്ലെങ്കിൽ സ്പെസിഫിക് അല്ലെങ്കിൽ അതിനെ ഇദാഫത്ത് ചെയ്യുക. ഇവിടെ എന്താണ്? നിങ്ങളുടെ എന്നതിനോടാണ് ചേർത്തത്. ബൈത്തുക്കും, നിങ്ങളുടെ വീട്. ഓക്കെ. മറ്റു കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ബൈത്ത് ഏകവചനമാണ്, അൽ ജദീദ് ഏകവചനമാണ്. ബൈത്ത് പുല്ലിംഗമാണ്, അൽ ജദീദ് പുല്ലിംഗമാണ്. അതേപോലെ ബൈത്തിന്റെ അവസാനം ലമ്മാണ്, ജദീദിന്റെ അവസാനവും ലമ്മായിരിക്കണം. അതേപോലെ ബൈത്ത് സ്പെസിഫിക് ആണ്, ജദീദ് സ്പെസിഫിക് ആണ്. ബൈത്ത് സ്പെസിഫിക് ആയത് കുമ്മിലേക്ക് ഇദാഫത്ത് ചെയ്തുകൊണ്ട്, ജദീദ് സ്പെസിഫിക് ആയത് അൽ ചേർത്തുകൊണ്ട്. അഹദുഹും. അപ്പോൾ അയിന ബൈത്തുക്കുമുൽ ജദീദ്, വെർ ഈസ് യുവർ ന്യൂ ഹൗസ്? അഹദുഹും, അവരിൽ ഒരാൾ. ബൈത്തുനൽ ജദീദു ഖരീബുൻ മിനൽ മതാരി. ഖരീബുൻ മിനൽ മതാരി. ബൈത്തുനൽ ജദീദു, ഞങ്ങളുടെ പുതിയ വീട്. അപ്പൊ ഇവിടെയും ഇതേപോലെ തന്നെയാണ്. ബൈത്തുക്കും എന്ന് പറഞ്ഞപ്പോൾ സ്പെസിഫിക് നൗൺ ആയത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ബൈത്തുനൽ ജദീദു. ബൈത്തുനൽ ജദീദു ഖരീബുൻ മിനൽ മതാരി. ബൈത്തുനൽ ജദീദു ഖരീബുൻ, ഞങ്ങളുടെ പുതിയ വീട്. ഖരീബുൻ, സമീപസ്ഥമാണ് അല്ലെങ്കിൽ അടുത്താണ്. മിനൽ മതാരി, എയർപോർട്ടിനോട്. മതാർ എയർപോർട്ട്. എയർപോർട്ട് എന്നത്, മത്താർ എന്നത് ആ ഒരു വാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാകും അറബി ഭാഷയുടെ വികാസക്ഷമത. അറബി ഭാഷ ഇംഗ്ലീഷിൽ എയർപോർട്ട് എന്നൊരു പുതിയ വാക്കാണ് ഉണ്ടാക്കുന്നത്, എയർപോർട്ട് എന്ന്. അതേസമയം എയറും പോർട്ടും ഒക്കെ ഉണ്ടെങ്കിലും എയർപോർട്ട് എന്നൊരു പുതിയ വാക്കാണ് അതിന് ഉണ്ടാക്കുന്നത്. അതേസമയം അറബിയിലോ താറ പറന്നു, മത്താർ പറക്കുന്ന സ്ഥലം. താഫ താഫ് ചെയ്തു, മത്താഫ് താഫ് ചെയ്യുന്ന സ്ഥലം. താറ പറന്നു, മത്താർ പറക്കുന്ന സ്ഥലം. താറ പറന്നു എന്ന വാക്ക് ഖുർആനിലുണ്ട് കേട്ടോ. യതീറു ബി ജനാഹൈഹി, താറ പറന്നു, യതീറു പറക്കുന്നു. യതീറു ബി ജനാഹൈഹി. അപ്പോ ബൈത്തുനൽ ജദീദു, ഞങ്ങളുടെ പുതിയ വീട്. ഖരീബുൻ മിനൽ മതാരി. അപ്പൊ ഈ ഖരീബ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ മിൻ അനിവാര്യമായിട്ടും വരണം. ഖരീബുൻ മിനൽ മുഹ്സിനിൻ എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ. അതേപോലെ ഖരീബുൻ മിനൽ മതാർ, എയർപോർട്ടിനോട് അടുത്തതാണ്. അന അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്.
അപ്പൊ ഖുർആൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അറബി ഭാഷയുടെ അതേ ശൈലി. ഖരീബും മിനൽ മുഹ്സിനീൻ, അതേപോലെ ഖരീബും മിനൽ അന അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. അവിടെയൊക്കെ എന്തുണ്ട്? ഖരീബ് അല്ലെങ്കിൽ അഖ്റബ് ഉപയോഗിച്ചപ്പോൾ മിൻ ചേർന്ന് വരണം. ഖരീബും മിനൽ മതാർ. ഹാമിദ് അഅൻതും ഫിൽ മദ്രസത്തി സാനവിയ്യത്തി, അഅൻതും ഫിൽ മദ്രസത്തി സാനവിയ്യത്തി. ഇത് ഇവിടെ ഒന്നും അടയാളം ഇടാതെ നമ്മൾ വായിക്കാൻ പഠിച്ചു. അഅൻതും ഫിൽ മദ്രസത്തി, ഫി വന്നതുകൊണ്ട് അൽ മദ്രസത്തി എന്ന് വരണം, വരണം. അസ്സാനവിയ്യത്തി, പിന്നെ അതിന്റെ വിശേഷണമായത് കൊണ്ട് അസ്സാനവിയ്യത്തി എന്ന് വരണം. അൽ മദ്രസത്ത് സ്ത്രീലിംഗമായത് കൊണ്ടാണ് സാനവിയത്ത് സ്ത്രീലിംഗമായത്. അതേപോലെ തന്നെ അൽ മദ്രസത്തി കെസറുള്ളതായി എന്നതുകൊണ്ട് സാനവിയത്തിനും എന്താകണം? കെസറുള്ളതാണ്. മദ്രസത്ത് ഏകവചനമായതുകൊണ്ട് സാനവിയത്തും ഏകവചനമാണ്. മദ്രസത്ത് സാനവിയത്ത് നാം നേരത്തെ പഠിച്ചിട്ടുണ്ട്, സെക്കൻഡറി സ്കൂൾ. അൻതും നിങ്ങൾ ആണോ, ഫിൽ മദ്രസത്തെ സാനവിയത്തി സെക്കൻഡറി സ്കൂൾ, നിങ്ങൾ സെക്കൻഡറി സ്കൂളിലാണോ? അഹദുഹും അവരിലൊരാൾ, അല്ല. നെഹ്നു ബിൽ ജാമിയ, ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലാണ്. നെഹ്നു ബിൽ ജാമിഅത്തി. അപ്പോ മദ്രസയോടൊപ്പം ഫിൽ മദ്രസത്തിയാണ് ഉപയോഗിക്കുന്നത്, അതേസമയം ജാമിയയിൽ ബിൽ ജാമിയ ആണ് ഉപയോഗിക്കുന്നത്. നഹ്നു ബിൽ ജാമിയ, ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലാണ്. നഹ്നു ബിൽ ജാമിയ. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്, കുട്ടി പറഞ്ഞ യുവാവ് വിശദീകരിക്കുകയാണ്. അനഫി കുല്ലിയത്തിൽ ഹന്തസത്തി, ഐ ആം ഇൻ ദ എഞ്ചിനീയറിംഗ് കോളേജ്. അനഫിൽ കുല്ലിയത്തിൽ ഹന്തസത്തി, കുല്ലിയത്തിന് യാന് ശബ്ദമുണ്ട് കേട്ടോ, ലാബിന് ശബ്ദമുണ്ട്, യായ്ക്കും ശബ്ദമുണ്ട്. അനഫിൽ കുല്ലിയത്തിൽ ഹന്തസത്തി, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലാണ്. കുല്ലിയത്തിൽ ഹന്തസ് നമ്മൾ നേരത്തെ പഠിച്ചു. വ മഹ്മൂദുൻ ഫി കുല്ലിയത്തി തിബ്, മഹ്മൂദ്. അപ്പോ ഫി വന്നതുകൊണ്ട് എന്താകണം? കസ്ർ വരണം കുല്ലിയത്തിന്. കുല്ലിയത്തിന് കസ്ർ വന്നാൽ പിന്നെ മഹ്മൂദിൻ ഫി കുല്ലിയത്തി തിബ്, മെഡിക്കൽ കോളേജിലാണ്. അപ്പൊ കുല്ലിയത്തുൽ ഹന്തസത്തി എന്ന് പറഞ്ഞത് കുല്ലിയത്തിനെ ഹന്തസത്തിലേക്ക് ഇലാഫത്ത് ചെയ്താണ് കേട്ടോ. അതുകൊണ്ടാണ് ഹന്തസത്തിന് കസ്ർ വരുന്നത്. മഹ്മൂദിൻ ഫിൽ കുല്ലിയത്തി, മഹ്മൂദ് യൂണിവേഴ്സിറ്റി കോളേജിലാണ്. അത്തിബ് കുല്ലിയത്തി തിബ്, മെഡിക്കൽ കോളേജ്. അവിടെ കുല്ലിയത്തിന്റെ വിശേഷണമല്ല തിബ്, അതേപോലെ കുല്ലിയത്തിന്റെ വിശേഷണമല്ല ഹന്തസ. അത് ശ്രദ്ധിക്കുക കേട്ടോ. കുല്ലിയത്ത് തിബ് എഞ്ചിനീയറിംഗിന്റെ കോളേജ്, അതേപോലെ മെഡിസിന്റെ കോളേജ് എന്ന അർത്ഥത്തിലാണ് വരുന്നത്. ഇബ്രാഹിമു ഫി കുല്ലിയത്ത് ശരിയാത്തി, ഇബ്രാഹിം ലോ കോളേജിലാണ്. ഫി കുല്ലിയത്ത് ശരിയ, കോളേജ് ഓഫ് റിലീജിയസ് സ്റ്റഡീസ് എന്നും വരാം കേട്ടോ. ശരിയ എന്ന് പറയുമ്പോൾ റിലീജിയസ് സ്റ്റഡീസ് എന്നും വരാം. ശരിയാത്ത് എന്ന അർത്ഥത്തിൽ റിലീജിയസ് സ്റ്റഡീസ് എന്നും വരാം കേട്ടോ, ദീനീ പഠനം. ഓക്കെ. ഇബ്രാഹിമു ഫി കുല്ലിയത്ത് ശരിയാത്തി, ഇബ്രാഹിം ലോ കോളേജിലാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ അടയാളങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അനഫി കുല്ലിയത്തിൽ ഹന്തസത്തി വ മഹ്മൂദുൻ ഫിൽ കുല്ലിയത്തി തിബി. മഹ്മൂദ് പറഞ്ഞപ്പോ എന്തായി? മഹ്മൂദിന് 2 ലമ്മുണ്ട്. മഹ്മൂദുൻ ടെക്സ്റ്റിൽ 83ാമത്തെ പേജിൽ ആണ് വായിക്കുന്നത് നമ്മൾ, മുകളിൽ കാണാം. മഹ്മൂദുൻ ഫിൽ കുല്ലിയത്തി തിബി, മഹ്മൂദ് മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ മഹ്മൂദിന് എന്തുണ്ട്? 2 ലമ്മുണ്ട്. വ ഇബ്രാഹിമു, ഇബ്രാഹിമിന് 1 ലമ്മേ ഉള്ളൂ. ഫി കുല്ലിയത്തി ശരിഅത്തി, ശരിഅ കോളേജിലാണ്.
നമ്മൾ മതപഠനം എന്ന് പറയുമ്പോൾ അവിടെ ശരിയ എന്ന് തന്നെ ഉദ്ദേശിക്കും, പറയും കേട്ടോ. ശരിയ കോളേജിലാണ്. അല്ലെങ്കിൽ ലോ കോളേജ് എന്നും പറയാം. യൂസുഫു, യൂസുഫിന് എന്തില്ല? രണ്ട് തമ്മില്ല. യൂസുഫു ഒരു തമ്മേ ഉള്ളൂ. ഫി കുല്ലിയത്തി തിജാറത്തി, കോളേജ് ഓഫ് ബിസിനസ് സ്റ്റഡീസിലാണ് ഹാമിദിൻ. അപ്പൊ ഹാമിദ് മറുപടി പറയുന്നു, മൻ ജാലിക്കൽ ഫത്തല്ലദീ ഫി സയ്യാറത്തിക്കും, മൻ ജാലിക്കൽ ഫത്തല്ലദീ ഫി സയ്യാറത്തിക്കും. ജാലിക്കൽ ഫത്ത, ഫത്ത നാം നേരത്തെ പറഞ്ഞു യുവാവ്. ഫത്തായുടെ ബഹുവചനമാണ് ഫത്ത, ഫിത്തിയത്തുൻ, ഫത്തൻ ഫിത്തിയത്തുൻ. മൻ ജാലിക്കൽ ഫത്ത, ആ യുവാവ് ആരാണ്? അല്ലദീ ഫി സയ്യാറത്തിക്കും, അല്ലദീ ദ വൺ ഹു. നേരത്തെ പറഞ്ഞു മൻ തിൽക്കൽ, മൻ തിൽക്കൽ തിഫിലത്തു, മൻ ഹാദിഹി തിഫിലത്തു എന്ന് പറഞ്ഞു. മൻ ഹാദിഹി തിഫിലത്തു, ഈ ശിശു, ഈ പെൺകുഞ്ഞ് ആരാണ് എന്ന് ചോദിച്ചു. എന്നിട്ട് അതിന്റെ വിശേഷണം എന്ന് പറഞ്ഞു, അല്ലത്തി മഴക്കും എന്ന് പറഞ്ഞു. അല്ലത്തി മഴക്കും 82ാമത്തെ പേജിൽ മധ്യത്തുണ്ട്. മൻ ഹാദിഹി തിഫിലത്തുല്ലത്തി മഴക്കും. അപ്പൊ തിഫിലത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ ഹാദിഹി ഉപയോഗിച്ചു, അല്ലത്തിയും ഉപയോഗിച്ചു. ഇവിടെ മൻ ജാലിക്കൽ ഫത്ത, അപ്പൊ ഫത്തയെ കുറിച്ച് പറഞ്ഞപ്പോ എന്തായി? ജാലിക്ക, ഫത്ത യുവാവ് പുല്ലിംഗമായതുകൊണ്ട് ജാലിക്ക ഉപയോഗിച്ചു. ആ യുവാവ് പുല്ലിംഗമായതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി അല്ലതി ഉപയോഗിച്ചു, ദ വൺ ഹു എന്ന് പറയാൻ വേണ്ടി. ഫി സയ്യാറത്തി കും, ഫി വന്നുകൊണ്ട് സയ്യാറത്തി വന്നു, കും നിങ്ങളുടെ സയ്യാറ. മഹ്മൂദ് ഹുവ ജമീലി, അതെന്റെ ക്ലാസ്മേറ്റ് ആണ്. ഹുവ ജമീലി, ഞാൻ നേരത്തെ പറഞ്ഞു ജമീലിന് സുഹൃത്ത് എന്ന അർത്ഥമുണ്ട്, അതേപോലെ ക്ലാസ്മേറ്റ് എന്ന അർത്ഥത്തിലാണ് ടെക്സ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഹുവ ജമീലി, ഹി ഈസ് മൈ ക്ലാസ്മേറ്റ്. ഹാമിദ് മിൻ ഐന ഹു, മിൻ ഐന ഹുവ എന്നാണ് ശരിക്ക് അതിൻ്റെ അവസാനത്തെ അടയാളം കറക്റ്റായിട്ട് ഉച്ചരിക്കുമ്പോൾ. നമ്മൾ സ്പോക്കൺ ലാംഗ്വേജിൽ അവസാനത്തെ അക്ഷരം സുക്കൂനാക്കിയാണ് പറയേണ്ടത്. നമ്മൾ ക്രമേണ അതിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ അതിന് അവസാനത്തെ അടയാളം കൃത്യമായി പറഞ്ഞു പഠിക്കണം. മിൻ ഐന ഹു എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഹുവ, നമ്മൾ സാധാരണ ഗ്രാമർ പഠിക്കുമ്പോൾ ഹുവ, അവൻ, ഹും, അവർ എന്നാണല്ലോ പഠിക്കുന്നത്. അവിടെ ഹുവയ്ക്ക് ഫത്തഹിട്ടാണ് പഠിക്കുന്നത്. കാരണം അത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ അതിന്റെ അവസാനം വാവിന് ഫത്തഹിടില്ലല്ലോ സംസാരിക്കുമ്പോൾ. മിൻ ഐന ഹു എന്നാണ് ചോദിക്കുക. മിൻ ഐന ഹു, മിൻ ഐന ഹു, അദ്ദേഹം അല്ലെങ്കിൽ അവൻ എവിടെയുള്ളവന്, എവിടെ നിന്നുള്ള ആളാണ്? മഹ്മൂദ് ഹുവ മിൻ ഇംഗൽത്തറ, ഇംഗൽത്തറ നമ്മൾ നേരത്തെ പഠിച്ചു, ഇംഗ്ലണ്ട്. ഹീസ് ഫ്രം ഇംഗ്ലണ്ട്. ഹാമിദ് മസ്മുഹു, അവന്റെ പേരെന്താ? നേരത്തെ തിഫിലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? മസ്മുഹ, എന്താണ് അവരുടെ പേര്? തിഫിലത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മസ്മുഹ എന്ന് ചോദിച്ചു. ഇവിടെ ഫത്തനെ കുറിച്ച് പറയുമ്പോൾ, യുവാവിനെ കുറിച്ച് പറയുമ്പോൾ മസ്മുഹു, അവന്റെ പേരെന്ത്? മഹ്മൂദ് ഇസ്മുഹു വില്യം, ഇസ്മുഹു വില്യം. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇവിടെ വല്യമാണോ വില്യമാണോ എന്ന് അറിയില്ലല്ലോ. ഭാഷയിൽ ഉള്ള ഒരു പദമാണെങ്കിൽ നമുക്കത് വായിക്കാൻ മനസ്സിലാകും. ഭാഷയിൽ ഇല്ലാത്തൊരു പദമാണെങ്കിലോ, ഇതേപോലുള്ള അനർബി പദമാണെങ്കിൽ അവിടെ അടയാളം ഇട്ടിട്ടുണ്ടാകും. ഞാനത് ടൈപ്പ് ചെയ്തപ്പോൾ ഇടാൻ വിട്ടതാണ്. യഥാർത്ഥത്തിൽ അവിടെ ഇട്ട് ശീലിക്കേണ്ടതാണ്. കാരണം അതല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല. ഇസ്മുഹു വില്യം, അവൻ്റെ പേര് വില്യം എന്നാണ്. വില്യമിന് ഒരു ലമ്മേ ഉള്ളൂ, വില്യമു. ഇസ്മുഹു വില്യമു, ഒരു ലമ്മേ ഉള്ളൂ. അവൻ്റെ പേര് വില്യം എന്നാണ്. ആ മുസ്ലിമൻ ഹു, ആ മുസ്ലിമൻ ഹുവ രണ്ട് രീതിയിൽ പറയാം. ആ മുസ്ലിമൻ ഹു എന്നത് സ്പോക്കൺ ലാംഗ്വേജ് അനുസരിച്ച് ലാസ്റ്റിൽ സുക്കൂൻ ചെയ്ത് പറഞ്ഞു. കൃത്യമായ ഉച്ചാരണം അനുസരിച്ച് ആ മുസ്ലിമൻ ഹുവ എന്ന് പറഞ്ഞേ ഉള്ളൂ. ആ മുസ്ലിമൻ ഹുവ, അദ്ദേഹം മുസ്ലിമാണോ? മഹ്മൂദ് ല, അല്ല. ഹാമിദ് എന്താ ചോദിച്ചത്? ആ മുസ്ലിമുൻ ഹു. മഹ്മൂദ് മറുപടി വരുന്നില്ല,
ഹുവ നസ്രാനിയുൻ അല്ല, ഹീസ് എ ക്രിസ്ത്യൻ. ഹുവ നസ്രാനിയുൻ, ഹീസ് എ ക്രിസ്ത്യൻ. അവിടെ അല്ലല്ലോ, അതുകൊണ്ട് എ ഉപയോഗിച്ച് പറയാം. അവനൊരു ക്രിസ്ത്യാനിയാണ്. അബൂഹു ഉസ്താദി, അബൂഹു അവന്റെ പിതാവ്, ഉസ്താദി എൻ്റെ ഗുരുവാണ്. മുദരിസുൻ എന്നല്ല പറഞ്ഞത് കേട്ടോ, ഉസ്താദ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഉസ്താദ് എന്ന് പറയുമ്പോഴത്തേക്ക് മുദരിസുൻ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി ബഹുമാന സൂചകമായ പദമാണ്. അബൂഹു ഉസ്താദി, അതുകൊണ്ടാണ് ഞാൻ ഗുരു എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അബൂഹു ഉസ്താദി, അതിന്റെ പിതാവ് എൻ്റെ ഗുരുവാണ്. ഇസ്മുഹു ദുക്തൂർ എഡ്വേർഡ്, എഡ്വേർഡ്, ഇസ്മുഹു ദുക്തൂർ എഡ്വേർഡ്. അപ്പൊ ഇവിടെ ഇസ്മുഹു എന്നുള്ളിടത്ത് ടെക്സ്റ്റിൽ എന്തില്ല, അലിഫിന് കെസറില്ല, അല്ല അലിഫിന് മുകളിലെ അടയാളമില്ല. കാരണം അവിടെ നമ്മൾ കെസർ ഓട്ടോമാറ്റിക്കായിട്ട് കെസർ കൊടുത്ത് പറയേണ്ടതാണ്. അതിന് മുമ്പ് ഉള്ള പദത്തോടൊപ്പം ചേർത്ത് പറയേണ്ട സന്ദർഭമല്ല ഇത്. അബൂഹു ഉസ്താദി എന്നിടത്ത് ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, അവിടെ തീർന്നു സെന്റൻസ്. ഇസ്മുഹു ദുക്തൂർ എഡ്വേർഡ്, ഇസ്മുഹു ദുക്തൂർ എഡ്വേർഡ്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ എഡ്വേർഡ് എന്നാണ്. ആരുടെ? ഞങ്ങളുടെ ഗുരുവിന്റെ പേര്, ഞങ്ങളുടെ ഗുരുവിന്റെ പേര് അബൂഹു ഉസ്താദി. അവന്റെ വാപ്പ, അവന്റെ പിതാവ് എൻ്റെ ഗുരുവാണ്. ഇസ്മുഹു ദുക്തൂർ എഡ്വേർഡ്, ആ ഗുരുവിന്റെ പേര് ഡോക്ടർ എഡ്വേർഡ് എന്നാണ്. അപ്പൊ എന്ത് പറഞ്ഞു ഇവിടെ? നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ അദ്ദുക്തൂർ, അലിഫ് ചേർത്ത, അലിഫിലാം ചേർത്താണ് പറയും. അദ്ദുക്തൂർ എഡ്വേർഡ്. ഹാമിദ്, അദ്ഹബത്തും ഇലൽ മുസ്തശ്ഫ, അദ്ഹബത്തും ഇലൽ മുസ്തശ്ഫ ലിസിയാറത്തി അമ്മിക്കുമുൽ യൗം, അദ്ഹബത്തും ഇലൽ മുസ്തശ്ഫ ലിസിയാറത്തി അമ്മിക്കുമുൽ യൗം. അദ്ഹബത്തും നിങ്ങൾ പോയോ, അദ്ഹബത്തും നിങ്ങൾ പോയോ. അപ്പൊ നമ്മൾ ദഹബ നേരത്തെ പഠിച്ചു, ദഹബ അവൻ പോയി. ദഹബത്തായും പഠിച്ചു, നീ പോയി. ആ സ്ത്രീയെ കുറിച്ച് പറഞ്ഞപ്പോൾ ദഹബത്ത് എന്നും പഠിച്ചു, അവൾ പോയി. അതേപോലെ ആ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ദഹബിനയും പഠിച്ചു. ഇവിടെ ദഹബത്തും നിങ്ങൾ പോയി. ദഹബത്തും നിങ്ങൾ പോയോ, ഇലൽ മുസ്തശ്ഫ ഹോസ്പിറ്റലിലേക്ക്, ലി സിയാറത്തി അമ്മിക്കും, സിയാറ വിസിറ്റിംഗ്, ലി സിയാറത്തി ടു വിസിറ്റ്, അമ്മിക്കും നിങ്ങളുടെ പിതൃവ്യനെ, അല്യവും ഇന്ന്, ഇന്ന് നിങ്ങളുടെ പിതൃവ്യനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നോ? യൂസുഫ്, നഅം ദഹബന, അതെ ഞങ്ങൾ പോയി. അപ്പൊ ദഹബത്തും എന്ന വാക്ക് ഉപയോഗിച്ചു, അതേപോലെ ദഹബന ഞങ്ങൾ പോയി. അപ്പൊ എന്തൊക്കെ പഠിച്ചു നമ്മള്? ദഹബ അവൻ പോയി, ദഹബൂ അവർ പോയി, ദഹബത്ത നീ പോയി, ദഹബത്തും നിങ്ങൾ പോയി, ദഹബത്തു ഞാൻ പോയി, ദഹബന നാം പോയി. അതേപോലെ ദഹബത്ത് അവൾ പോയി, അതും പഠിച്ചു. ദഹബന, ദഹബിന ആ സ്ത്രീകൾ പോയി. ദഹബിന അവിടെ നായ്ക്ക് എന്തില്ല, ദീർഘമില്ല. ദഹബിന എന്ന് നീട്ടി പറഞ്ഞാൽ എന്തായി? ഞങ്ങൾ പോയി. ഓക്കെ, അത് നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. വിരല് ചൂണ്ടി പറഞ്ഞാൽ കുറച്ചുകൂടെ ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ ഇതാണ് ലെസൺ. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇനി തംരീൻ, എക്സസൈസ്. നമ്മൾ സാധാരണ സ്കൂളിലെ എക്സസൈസ് പോലെയല്ല നമ്മുടെ എക്സസൈസ് നിങ്ങൾക്കറിയാം. കാരണം ലെസണിൽ പഠിച്ചതുപോലെ, ലെസണിനെ പോലെ തന്നെ തുല്യമായ പ്രാധാന്യമാണ് എക്സസൈസിനുള്ളത്. അത് പറഞ്ഞെന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം നമ്മൾ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നിടയ്ക്ക് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്.
അജിബ് ആൻസർ. അൻ എന്ന് പറഞ്ഞാൽ എബോട്ട് എന്നാണ്, കുറിച്ചെന്നാണ്. അൽ അസ്ഇല ക്വസ്റ്റ്യൻസ്. അൽ അതിയ ഫോളോയിങ്. തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുക. നിങ്ങൾ സ്വയം എന്ത് ചെയ്യണം? മറുപടി പറഞ്ഞു ശീലിക്കണം. അല്ലെങ്കിൽ ചിലരെ ഫോണിൽ വിളിച്ച് സംസാരിക്കാം. പരസ്പരം ഫോണിൽ വിളിച്ച് എന്ത് ചെയ്യാം? സംസാരിക്കാം. ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അയാളെ പഠിപ്പിക്കുകയും ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഇതേ കോഴ്സ് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാം? പരസ്പരം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചോദിച്ച് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. മൻ അൻതും, അവിടെ നിങ്ങൾക്ക് എന്താണ് മറുപടി പറയേണ്ടത് എന്ന് പറയാം. നഹ്നു തുല്ലാബുൻ ബിൽ ജാമിഅത്തി, ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആണ് എന്ന് പറയാം. അൽ യൗമിന്റെ അവസാനം ഫത്തഹ് വന്ന എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ടെക്സ്റ്റിൽ അത് ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വായിച്ചപ്പോഴും ഫത്തഹാണ് വായിച്ചത് എന്നായിരിക്കും എൻ്റെ ഓർമ്മ. ഞാനത് അങ്ങനെയാണ് വരേണ്ടത്. അദ്ഹബത്തും ഫിൽ മുസ്തഷ്ഫ, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയോ? ലി സിയാറത്തി അമ്മിക്കും, നിങ്ങളുടെ പിതൃവ്യനെ വിസിറ്റ് ചെയ്യുന്നതിന്. അൽ യൗമ എന്ന് പറയുന്നത് എന്താണ്? ഒരു പർട്ടിക്കുലർ ടൈമിനെ അല്ലെങ്കിൽ സമയത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ സമയത്തെ അല്ലെങ്കിൽ സ്ഥലത്തെ സൂചിപ്പിക്കുന്ന പദത്തിന് എന്ത് വേണം? ഫത്തഹ് വേണം. അത് നമ്മുടെ അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊരു പറച്ചിലായിട്ട് കൂട്ടാം. പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. സ്ഥലത്തെ അല്ലെങ്കിൽ സമയത്തെ സൂചിപ്പിക്കുന്ന പദത്തിന്റെ അവസാനം എന്തായിരിക്കും? ഫത്തഹായിരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മുടെ കോഴ്സിൽ വിശദീകരിക്കുന്നുണ്ടാകണം. അപ്പോൾ നമുക്കതിന്റെ ഔപചാരികമായി വിശദീകരിക്കാം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ വായിച്ച് ശീലിക്കുക. അദ്ഹബത്തും ഇലൽ മുസ്തശ്ഫ ലി സിയാറത്തി അമ്മിക്കുമുൽ യൗമ. അൽ യൗമ നമുക്ക് ഖുർആനിൽ അറിയാൻ പഠിച്ചിട്ടുണ്ട്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അപ്പൊ അവിടെ ദിവസം എന്നുള്ള ഒരു ദിവസം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആ സമയത്തെ അല്ലെങ്കിൽ ആ സന്ദർഭത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് യൗം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നേ ദിവസം എന്ന് വരുന്നത് കൊണ്ടാണ് യൗമിന് ഫത്തഹുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. അയിന ബൈത്തുക്കും. ബൈത്തുന എന്തുവേണമെങ്കിലും പറയാം. ഫിൽ മദീനത്തി ത്രിവാൻഡ്രം, എൻ്റെ വീട് ട്രിവാൻഡ്രം സിറ്റിയിലാണ്. ബൈത്തുന ഫി കലിക്കൂത്ത്, ഞങ്ങളുടെ വീട് കോഴിക്കോടാണ്. ബൈത്തുന ഖരീബുൻ മിനൽ മത്താർ, എയർപോർട്ടിന്റെ അടുത്താണ്. ബൈത്തുന ഖരീബുൻ മിനൽ മസ്ജിദ്, ഞങ്ങളുടെ വീട് പള്ളിയുടെ സമീപത്താണ്, മസ്ജിദിന്റെ സമീപത്താണ്. അതേപോലെ മൻ റബ്ബുക്കും, നമുക്ക് ഉടനെ തന്നെ മറുപടി, ഒറ്റ മറുപടിയേ ഉള്ളൂ. മൻ റബ്ബുക്കും, ആരാണ് നിങ്ങളുടെ രക്ഷിതാവ്? റബ്ബുനല്ലാഹ്, റബ്ബുന അല്ലാഹു. അള്ളാഹുവിന്റെ ആയിക്ക് എന്തില്ല? ചേർത്ത് വായിക്കുമ്പോൾ ഫത്തഹില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? റബ്ബുനല്ലാഹ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക, ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണ് എന്ന് പറയുകയും അതിൽ പിന്നീട് ഉറച്ചു നിൽക്കുകയും അതിൽ പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല? ചാഞ്ചല്യം ഉണ്ടാകാൻ പാടില്ല. ആ ഐഡിയയിൽ ചാഞ്ചല്യം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു ആണ് റബ്ബാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അള്ളാഹു പറയുന്നതൊക്കെ എന്ത് ചെയ്യണം? കേൾക്കണം, അനുസരിക്കണം. അതാണ് സുമ്മസ്തഖാമു എന്ന് പറഞ്ഞത്. അതേപോലെ ഇവിടെ മൻ റബ്ബുക്കും റബ്ബുന അല്ലാഹ്. മാ ലുഗത്തുക്കും, ലുഗത്തുന അൽ മലൈബാരിയത്തു, ലുഗത്തുന അൽ മലൈബാരിയത്തു, ഞങ്ങളുടെ ഭാഷ മലൈബാരി ആണ്. മലൈബാരിയത്തു എന്നാണ് അതിൻ്റെ ശരിയായ ഉപയോഗം. അതേസമയം
ആധുനികമായ ഭാഷയിൽ, ആധുനിക അറബി ഭാഷയിൽ മലയാളം എന്ന് തന്നെ പറയുന്നുണ്ട്. മലയാളം. അപ്പൊ മലയാളം എന്ന് പറയണം, മലയാളം അല്ല. ള അറബിയിൽ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണം? അറബിയോട് പറയുമ്പോൾ ലുഗത്തിന മലയാളം, മലയാളം എന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ അൽ മലൈബാരിയത്തു, ലുഗത്തിനൽ ഇംഗ്ലീസിയ എന്ന് വേണമെങ്കിലും പറയാം. അയിന മദ്രസത്തുക്കും, മദ്രസത്തുന അമാമൽ മസ്ജിദി, ഞങ്ങളുടെ സ്കൂള് അമാമൽ മസ്ജിദി. അമാമ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല. അമാമ മീമിന് ഫത്തഹാണ്. കാരണം എന്താ? അത് സ്ഥലത്തെ സൂചിപ്പിക്കുന്നതാണ്. അമാമൽ മസ്ജിദി, ഞങ്ങളുടെ സ്കൂൾ മസ്ജിദിന്റെ മുന്നിലാണ്. വറാഅ നമ്മൾ പഠിച്ചു. എന്ത് വേണം? മദ്രസത്തുന വറാ അൽ ജാമിഅത്ത്, യൂണിവേഴ്സിറ്റിയുടെ പിറകിലാണ് ഞങ്ങളുടെ സ്കൂള്. അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളാണോ? നഅം നഹ്നു മുസ്ലിമൂന, അതെ ഞങ്ങൾ മുസ്ലിങ്ങളാണ്. അഫി ബൈത്തിക്കും ഹദീഖത്തുൻ, അഫി ബൈത്തിക്കും ഹദീഖത്തുൻ, ഹദീഖത്തുൻ നമ്മൾ പഠിച്ചതാണ്. ഹദീഖത്തുൻ പൂന്തോട്ടം. അഫി ബൈത്തിക്കും ഹദീഖത്തുൻ, നിങ്ങളുടെ വീട്ടിൽ പൂന്തോട്ടമുണ്ടോ? നഅം ഫി ബൈത്തിന ഹദീഖത്തുൻ, അതെ ഞങ്ങളുടെ വീട്ടിൽ പൂന്തോട്ടമുണ്ട്. സമാനിയ സിത്ത സബഅ സമാനിയ, സമാനിയ ടൈപ്പ് ചെയ്തപ്പോൾ 7 ആയിപ്പോയതാണ് കേട്ടോ, സബഅ ആയിപ്പോയതാണ്. ഇന്ദക്കും സയ്യാറത്തുൻ, ഡു യു ഹാവ് എ കാർ? ഞാൻ ഇംഗ്ലീഷ് പറയാൻ കാരണം ഇംഗ്ലീഷിൽ പറയുമ്പോൾ അവിടെ എ വരുന്നുണ്ട്. അതേപോലെ അറബിയിൽ അൽ ഇല്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അപ്പോ ഇന്ദക്കും അസയ്യാറത്തുൻ എന്ന് പറയാറില്ല. ഇന്ദക്കും സയ്യാറത്തുൻ, നിങ്ങളുടെ അടുക്കൽ കാറുണ്ടോ? മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു കാറുണ്ടോ എന്ന് ചോദിക്കാറില്ല, ഉപയോഗിക്കാറില്ല. പക്ഷേ ഇംഗ്ലീഷിലും അറബിയിലും ആ രീതിയിലാണ് പ്രയോഗമുള്ളത്. ഇന്ദക്കും സയ്യാറത്തുൻ, ഡു യു ഹാവ് എ കാർ? അറബി പറയുമ്പോൾ സിയാറത്തുൻ അൽ ഇല്ലാതെയാണ് വരുന്നത്. 9 അയിന മദ്രസത്തുക്കും, അയിന മുദർരിസുക്കും, അയിന മുദർരിസുക്കും, നിങ്ങളുടെ അധ്യാപകൻ എവിടെ? ഖറജ ഇലൽ ബൈത്ത്, അദ്ദേഹം വീട്ടിലേക്ക് പോയി. അല്ലെങ്കിൽ സഹബ ഇലൽ മുദീർ, അല്ലെങ്കിൽ പ്രിൻസിപ്പലിന്റെ അടുക്കലേക്ക് പോയി. അത് നമ്മൾ കൃത്യമായിട്ട് പറയാം. ആൻസർ പറയാനുള്ള, പൂർണ്ണമായി പറയാനുള്ള പദങ്ങൾ നമ്മൾ പഠിച്ചു. ദഹബ ഉസ്താദുന ഇലാ ബൈത്തിഹി, ദഹബ ഉസ്താദുന, ദഹബ മുദർരിസുന ഇലാ ബൈത്തിഹി, ഞങ്ങളുടെ അധ്യാപകൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. അല്ലെങ്കിൽ ദഹബ മുദർരിസുന ഇലൽ മുദീർ, പ്രിൻസിപ്പലിന്റെ അടുക്കിലേക്ക് പോയി. അല്ലെങ്കിൽ ഇല മുദീരിൽ മദ്രസത്തി, സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററിന്റെ അടുക്കിലേക്ക് പോയി. അഷറ അൻതും മുദർരിസൂൻ, അൻതും മുദർരിസൂൻ, നിങ്ങൾ അധ്യാപകരാണോ? അൻതും മുദർരിസൂൻ, നിങ്ങൾ അധ്യാപകരാണോ? അപ്പൊ നിങ്ങൾക്ക് മറുപടി അറിയാം. ലാ നഹ്നു തുല്ലാബുൻ, അല്ല ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. അടുത്തത് ഇഖ്റ വക്തുബ്, റീഡ് ആൻഡ് റൈറ്റ്.
റീഡ് ആൻഡ് റൈറ്റ്. നഹ്നു മുസ്ലിമൂന, ഇതെന്ത് ചെയ്യണം? ഒരാൾ വായിച്ചിട്ട് വേറൊരാൾക്ക് കൊണ്ട് എഴുതിപ്പിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വാട്സപ്പിൽ ഇത് ചെയ്യാം. ഒരാൾ വായിച്ചു കൊടുക്കുന്നു, മറ്റേയാൾ എഴുതുന്നു. എഴുതിയതിന് ശേഷം വാട്സപ്പിൽ ഫോട്ടോ എടുത്ത് തിരിച്ചയച്ചു കൊടുക്കുന്നു. ഇയാൾ ചെക്ക് ചെയ്തിട്ട് മറുപടി പറയുന്നു. നഹ്നു മുസ്ലിമൂന, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. അൽ ഇസ്ലാമു ദീനുന, ഇസ്ലാമാണ് ഞങ്ങളുടെ ദീൻ, ജീവിത വ്യവസ്ഥ. അൽ ഇസ്ലാമു ദീനുന, അൽ ഇസ്ലാമു ദീനുന. അപ്പോൾ അവിടെ അൽ ഉപയോഗിച്ചിട്ടാണ് പറയേണ്ടത്. അൽ ഇസ്ലാമു ദീനുന, ഇസ്ലാമാണ് ഞങ്ങളുടെ ദീൻ. അല്ലാഹു റബ്ബുന, അള്ളാഹു ആണ് ഞങ്ങളുടെ രക്ഷിതാവ്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുന, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സ്വല്ല എന്ന് പറഞ്ഞാൽ കാരുണ്യം ചൊരിഞ്ഞു, കരുണ ചെയ്തു. സല്ലല്ലാഹു, അള്ളാഹു കരുണ ചെയ്തു. അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ. വസല്ലം, രക്ഷ നൽകി, സമാധാനം നൽകി, രക്ഷ നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുന, ഞങ്ങളുടെ നബിയാണ്. വൽ ഖുർആൻ ദുസ്തൂറുന, ഖുർആൻ ഞങ്ങളുടെ ദുസ്തൂർ, നമ്മൾ പുതുതായിട്ട് പഠിച്ച പദമാണ്. ദുസ്തൂറുന, ഞങ്ങളുടെ ഭരണഘടനയാണ്. ദുസ്തൂർ, ഭരണഘടന. കാരണം എന്താണ്? ഖുർആനിൽ എല്ലാ അടിസ്ഥാന കാര്യങ്ങളുമുണ്ട്. നമുക്കറിയാമല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? അത് അടിസ്ഥാന കാര്യങ്ങളായിരിക്കും അതിലുള്ളത്. ബാക്കി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൻ്റെ മറ്റു വശങ്ങളൊക്കെ എന്തായിരിക്കും? അത് മറ്റ് സംഗതികളിലായിരിക്കും ഉണ്ടാവുക. എന്ന് പറഞ്ഞതുപോലെ ഖുർആൻ അടിസ്ഥാനപരമായും മനുഷ്യന്റെ സർവതോന്മുഖമായ കാര്യങ്ങളിലും മാർഗദർശനം നൽകുന്ന അടിസ്ഥാന നിയമങ്ങളാണ്. അതിന്റെ വിശദീകരണം പ്രവാചക ചര്യയിലും അതേപോലെ അത് ഭരിച്ച് കാണിച്ചു തന്ന ഖുലഫാ റാഷിദുകളുടെ ചര്യയിലും നമുക്ക് കാണാൻ പറ്റും. വൽ കഅബത്തു ഖിബ്ലത്തുന, കഅബ ഞങ്ങളുടെ ഖിബ്ലയാണ്. വൽ അറബിയ്യത്തു ലുഗത്തുന, അറബി ഞങ്ങളുടെ ഭാഷയാണ്. കേട്ടോ? അപ്പോ ഇതിനകം അറബി നിങ്ങളുടെ ഭാഷയായി കഴിഞ്ഞിരിക്കുന്നു. ഐന മദ്രസ, ഐന മുദർരിസുക്കും യാ ഇഖ്വാനു, യാ ഇഖ്വാനു, ഓ ബ്രദേഴ്സ്. യാ ഇഖ്വാനു, യാ ഇഖ്വാനു, ഓ ബ്രദേഴ്സ്. യാ, ഓ, അല്ലയോ സഹോദരന്മാരെ, നിങ്ങളുടെ അധ്യാപകനവിടെ. അതിന് മുദർരിസുക്കും. അപ്പം നമ്മൾ നേരത്തെ അഹുവിൻ്റെ ബഹുവചനം യഹ്വത്തുൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ യഹ്വാനാണ് ഉള്ളത്. അപ്പോൾ യഹ്വാൻ എന്നും യഹ്വത്തുൻ എന്നും പറയാം. ഇന്നമൽ മുഅ്മിനൂന യഹ്വത്തുൻ എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. യഹ്വാന് ലൂത്ത് എന്ന് യഹ്വാൻ എന്ന പദവും ഖുർആനിൽ വന്നിട്ടുണ്ട്. ലൂത്തിന്റെ സഹോദരന്മാർ. അപ്പോൾ യഹ്വത്തിനും യഹ്വാനും ഖുർആനിൽ വന്നിട്ടുണ്ട്. അതിന് മുദർരിസുക്കും യാ യഹ്വാൻ, നിങ്ങളുടെ അധ്യാപകൻ എവിടെ സഹോദരന്മാരെ. ഖറജൽ ആന മിനൽ ഫസ്ലി വദഹബ ഇലൽ മുദീരി. ഖറജൽ ആന, അൽ ആന, മിനൽ ഫസ്ലി, ഫസൽ ക്ലാസ്, മിനൽ ഫസ്ലി ക്ലാസ്സിൽ നിന്നും അദ്ദേഹം പുറപ്പെട്ടു. വദഹബ ഇലൽ മുദീരി, പ്രിൻസിപ്പലിന്റെ അടുക്കിലേക്ക് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററിന്റെ അടുക്കിലേക്ക് പോയി. ഫി അയ്യി ശാരിഅക്കും ബൈത്ത്, ഫി അയ്യി ശാരിഇൻ ബൈത്തുക്കും, ഫി അയ്യി ശാരിഇൻ ബൈത്തുക്കും. എങ്ങനെ ശാരിഇൻ എന്ന് എനിക്ക് മനസ്സിലായി. അയ്യി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്നതിന് എന്തായിരിക്കണം? കെസ്റായിരിക്കണം. അതേപോലെ ഇവിടെ ശാരിഅന് അൽ ഇല്ല, അതുകൊണ്ട് അതേപോലെ അൽ ഇല്ല, തൊട്ടടുത്തതിനോട് ചേർത്തിട്ടുമില്ല. തൊട്ടടുത്തതിനോട് ചേർത്ത് കഴിഞ്ഞാൽ അതിനെ തൻവീൻ പോകും. അൽ വന്നാലും തൻവീൻ പോകും. അതുകൊണ്ട് ഫി അയ്യി ശാരിഇൻ ബൈത്തുക്കും, നിങ്ങളുടെ വീട് ഏത് സ്ട്രീറ്റിലാണ്, ഏത് റോഡിലാണ് നിങ്ങളുടെ വീട്. ഫി അയ്യി ശാരിഇൻ ബൈത്തുക്കും.
ബൈത്തുന ഫി ശാരിഇ അല്ലദി അമാമൽ മഹ്കമതി. അമാമ അമാമ മുന്നിൽ. ഫി അയ്യി ശാരിഇൻ ബൈത്തുക്കും. ബൈത്തുന ഫി ശാരിഇ അല്ലദി അമാമൽ മഹ്കമതി. മഹ്കമത്തുൻ കോർട്ട്. മഹ്കമത്തുൻ കോർട്ട്. ഹക്കമ വിധിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, താറ പറന്നു, മത്താർ പറക്കുന്ന സ്ഥലം. ഹക്കമ വിധിച്ചു, മഹ്കമത്തുൻ വിധിക്കുന്ന സ്ഥലം, കോർട്ട്. അമാമൽ മഹ്കമത്തി കോർട്ടിന്റെ മുന്നിലാണ്. അമാമൽ മഹ്കമത്തി. അപ്പോ അമാമ ഉപയോഗിച്ചപ്പോഴത്തേക്ക് എന്തായി? മഹ്കമത്തി എന്നാണ്, കോർട്ടിന്റെ എന്ന്. ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് ദ കോർട്ട് എന്നല്ലേ പറയുക, ഓഫ്. അപ്പൊ ഇന്റെ എന്ന അർത്ഥം വന്നു. പക്ഷേ അറബിയിൽ ഒരു വാക്ക് അഡീഷണൽ ആയിട്ട് ചേർക്കേണ്ടതില്ല. അമാമൽ മഹ്കമത്തി, രണ്ടാമത്തേനെ കിസ്ർ കൊടുത്താൽ മതി. അബൂന സ്വദീഖു അമ്മിക്കും. അബൂന സ്വദീഖു അമ്മിക്കും. അബൂന ഞങ്ങളുടെ പിതാവ്. അപ്പോ അബൂവിനോടൊപ്പം ചേർക്കുമ്പോൾ അബൂഹു അബൂഹും അബൂക്ക അബൂക്കും അബി അബൂന അബൂഹ. അപ്പൊ അവിടെ വാവ് ചേർത്താണ് വരിക. അബുൻ പിതാവ്, അബൂഹു എന്ന് പറയുമ്പോൾ വാവ് ചേർത്താണ് വരിക. അബൂന സ്വദീഖു അമ്മിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, തൊട്ടടുത്തതിനോട് ചേർക്കുമ്പോൾ ഒന്നിന്റെ തൻവീൻ നഷ്ടപ്പെടും. ഷാരിയൻ പറഞ്ഞപ്പോ ഷാരിയ തൊട്ടടുത്തതിനോട് ചേർക്കാത്തതുകൊണ്ട് അവിടെ ഷാരിയന് കസ്റുണ്ടാകും, തൻവീൻ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. അൽ വന്നിട്ടുമില്ല. ഇവിടെ സ്വദീഖിന് അൽ വന്നിട്ടില്ല. പക്ഷേ സദീഖു അമ്മീക്കും, നിങ്ങളുടെ പിതൃവ്യന്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞപ്പോ എന്തായി? ഇന്റെ ഉപയോഗിക്കാൻ വേണ്ടി അമ്മിനോട് സ്വദീഖ് ചേർത്തു. അപ്പോ സ്വദീഖിന്റെ തൻവീൻ പോയി. സ്വദീഖു അമ്മിക്കും, നിങ്ങളുടെ പിതൃവ്യന്റെ സുഹൃത്താണ് ഞങ്ങളുടെ പിതാവ്. അൻതും മുദർരിസൂൻ, നിങ്ങൾ അധ്യാപകരാണോ? ല നഹ്നു അത്തിബ്ബാഉ, ഞങ്ങൾ ഡോക്ടേഴ്സാണ്. അപ്പോ തബീബുൻ ബഹുവചനം, അത്തിബ്ബാഉ ഒരു നമ്മയുള്ളൂ അത്തിബ്ബാഇനും. അൻതും അബ്നാഉൽ മുദീരി, നിങ്ങൾ പ്രിൻസിപ്പളിന്റെ മക്കളാണോ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററിന്റെ മക്കളാണോ? അൻതും അബ്നാഉൽ മുദീരി. നേരത്തെ പറഞ്ഞ പോലെ അബ്നാഇന് എന്ത് സംഭവിച്ചു? അബ്നാഇന് ഒരു നമ്മയുള്ളൂ, കാരണം മുദീറിലേക്ക് ചേർത്തു. അബ്നാഉൽ മുദീരി. ല നഹ്നു ഹഫദത്തുഹു, നഹ്നു ഹഫദത്തുഹു, അല്ല ഞങ്ങൾ അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളാണ്, പൗത്രന്മാരാണ്. അൻതും അബ്നാഉൽ മുദീരി, നിങ്ങൾ പ്രിൻസിപ്പലിന്റെ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററിന്റെ മക്കളാണോ? ല നഹ്നു ഹഫദത്തുഹു. ഹഫദത്ത് നമ്മൾ തുടക്കത്തിൽ പഠിച്ചു. ഹഫീദുൻ, ഹഫീദുൻ പേരക്കുട്ടി, ഹഫദത്തുൻ പേരക്കുട്ടികൾ അല്ലെങ്കിൽ പൗത്രന്മാർ. മദ്രസത്തുന കബീറത്തുൻ, മദ്രസത്തുക്കും സഗീറത്തുൻ. മദ്രസത്തുന കബീറത്തുൻ, ഞങ്ങളുടെ സ്കൂള് വലുതാണ്. കബീറത്തുൻ. അപ്പൊ മദ്രസത്തുൻ സ്ത്രീലിംഗമായതുകൊണ്ട് അതിന്റെ വിശേഷണം എന്ത് ചെയ്തു? സ്ത്രീലിംഗമാക്കി. കബീറത്തുൻ. മദ്രസത്തുന കബീറത്തുൻ. മദ്രസത്തുക്കും സഗീറത്തുൻ, നിങ്ങളുടെ സ്കൂൾ സഗീറത്താണ്, ചെറുതാണ്. അപ്പോ അവിടെ എന്ത് ചെയ്തു? മദ്രസത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് സഗീറത്തുൻ എന്ന പദം. ലന ഹദീഖത്തുൻ ജമീലത്തുൻ ഫീ തിൽക്കൽ ഖറിയത്തി. ലന ഞങ്ങൾക്കുണ്ട്. വി ഹാവ്. ഹദീഖത്തുൻ എ ഗാർഡൻ, എ ഗാർഡൻ. അൽ ഇല്ലാത്തത് കൊണ്ടാണ് എ ഉപയോഗിക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഒരു പൂന്തോട്ടമുണ്ട്. ജമീലത്തുൻ. ഹദീഖത്തുൻ സ്ത്രീലിംഗമായതുകൊണ്ട് എന്ത് ചെയ്തു? അതിന് ജമീലത്തുൻ എന്ന് പറഞ്ഞു. ഹദീഖത്തുൻ ജമീലത്തുൻ ഫീ തിൽക്കൽ ഖറിയത്തി. ഖറിയത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് തിൽക്ക എന്ന പദം ഉപയോഗിച്ചു. തിൽക്കൽ ഖറിയത്തി, ആ ഗ്രാമത്തിൽ. ഫീ തിൽക്കൽ ഖറിയത്തി, ആ ഗ്രാമത്തിൽ. അഖൂന ത്വാലിബുൻ ഫിൽ കുല്ലിയത്തി തിബ്ബി. അഖൂന ത്വാലിബുൻ ഫിൽ കുല്ലിയത്തി തിബ്ബി. ഞങ്ങളുടെ സഹോദരൻ താലിബിൻ സ്റ്റുഡൻ്റാണ്. ഫി കുല്ലിയത്തി തിബ്ബി, മെഡിക്കൽ കോളേജിൽ. അൻതും അത്തിബ്ബാഉ, നിങ്ങൾ ഡോക്ടേഴ്സ് ആണോ? ബഅദുന
അത്തിബ്ബാഉ. ബഅദു നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ബഅദു എ ഫ്യൂ, ബഅദു എ ഫ്യൂ ഓർ സം, SOME സം. ബഅദുന സം ഓഫ് അസ് ഓർ എ ഫ്യൂ ഓഫ് അസ്. ബഅദുന അത്തിബ്ബാഉ ഡോക്ടേഴ്സ് ആണ്. വബഅദുന ഞങ്ങളിൽ ചിലർ മുഹദ്ദിസൂന എഞ്ചിനീയേഴ്സ് ആണ്. അല്ലാഹു റബ്ബുന വറബ്ബുക്കും അല്ലാഹു ഞങ്ങളുടെയും നിങ്ങളുടെയും രക്ഷിതാവാണ്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹു റബ്ബുന വറബ്ബുക്കും, ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും, അല്ലാഹു ആണ് എന്റെയും നിങ്ങളുടെയും രക്ഷിതാവ്. ഫഅബ്ദൂൻ ഫഅബ്ദൂഹു നിങ്ങൾ അവനെ ഇബാദത്ത് ചെയ്യുക. ഐന ദഹബത്തും, ഐന ദഹബത്തും നിങ്ങൾ എവിടെ പോയി. ഐന ദഹബത്തും, ദഹബയുടെ പൂർണ്ണമായ പട്ടിക നമ്മൾ പഠിച്ചിപ്പോ. ഐന ദഹബത്തും നിങ്ങൾ എവിടെ പോയി. യാ ഇഖ്വാൻ സഹോദരന്മാരെ, ഐന ദഹബത്തും യാ ഇഖ്വാൻ സഹോദരന്മാരെ നിങ്ങൾ എവിടെ പോയി. ദഹബന ഇല സൂഖ് ഞങ്ങൾ മാർക്കറ്റിൽ പോയി. സൂഖ് മാർക്കറ്റിൽ പോയി. അപ്പൊ ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ആ ഉദാഹരണം പോലെ അളിഫിൽ അസ്മാ അൽ ആതിയത്തി ഇല ദമാഇരി കമാ ഹുവ മുവദ്ദഹുൻ ഫിൽ മിസാൽ. ഉദാഹരണത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ സർവനാമത്തോടൊപ്പം ചേർത്ത് പറയണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലെസന്റെ കൺസെപ്റ്റിൽ ഒന്നെന്താണ്, സർവനാമത്തോടൊപ്പം നാമത്തെ ചേർക്കുന്നതാണ്. ദി അണ്ടർസ്റ്റാൻഡ് ഖുർആൻ സ്റ്റുഡൻസിനാണെങ്കിൽ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അത് മൂന്നാമത്തെ നാലാമത്തെ ലെസണിൽ അത് പഠിക്കുന്നുണ്ട്. ബൈത്തുൻ വീട്, ബൈത്തുക്കും നിങ്ങളുടെ വീട്, ബൈത്തുന ഞങ്ങളുടെ വീട്. ഉമ്മുൻ, ഉമ്മുൻ ഞങ്ങളുടെ ഉമ്മ, അല്ല ഉമ്മുൻ ഉമ്മ, ഉമ്മുക്കും നിങ്ങളുടെ ഉമ്മ, ഉമ്മുന ഞങ്ങളുടെ ഉമ്മ. അമ്മുൻ പിതൃവ്യൻ, അമ്മുക്കും നിങ്ങളുടെ പിതൃവ്യൻ, അമ്മുന ഞങ്ങളുടെ പിതൃവ്യൻ. സദിയക്കുൻ സുഹൃത്ത്, സദിയക്കും നിങ്ങളുടെ സുഹൃത്ത്, സദിയക്കുന ഞങ്ങളുടെ സുഹൃത്ത്. മദ്രസത്തുൻ സ്കൂൾ, മദ്രസത്തുക്കും നിങ്ങളുടെ സ്കൂൾ, മദ്രസത്തുന ഞങ്ങളുടെ സ്കൂൾ. ഉഖ്തുൻ സഹോദരി, ഉഖ്തുക്കും നിങ്ങളുടെ സഹോദരി, ഉഖ്തുന ഞങ്ങളുടെ സഹോദരി. ലുഗത്തുൻ ഭാഷ, ലുഗത്തുക്കും നിങ്ങളുടെ ഭാഷ, ലുഗത്തുന ഞങ്ങളുടെ ഭാഷ. അബുൻ പിതാവ്, അബൂക്കും അവിടെ വാവ് ചേർത്ത് പറയണം കേട്ടോ. അബൂക്കും നിങ്ങളുടെ പിതാവ്, അബൂന ഞങ്ങളുടെ പിതാവ്. അഹുൻ സഹോദരൻ, അഹൂക്കും നിങ്ങളുടെ സഹോദരൻ, അഹൂന ഞങ്ങളുടെ സഹോദരൻ. ഓക്കെ, അടുത്തത് ഇഖ്റ റീഡ്. അയ്യു യൗമിൻ ഹാദ, അയ്യു യൗമിൻ ഹാദ. അയ്യു വന്നാൽ ശേഷമുള്ളതിന് കസ്ർ കൊടുക്കണം. അയ്യു യൗമിൻ ഹാദ, ഇത് ഏത് ദിവസമാണ്. ഹാദാ യൗമു സബ്തി, ഇത് സാറ്റർഡേ ആണ്. യൗമു സബ്തി. അപ്പോൾ യൗമിന്റെ ആഴ്ചയുടെ പേര് പറയുമ്പോൾ യൗമ് ചേർത്തിട്ട് എന്ത് ചെയ്യണം, രണ്ടാമത്തേന് കസ്ർ കൊടുത്താണ് പറയുന്നത്. ഹാദാ യൗമു സബ്തി, ഹാദാ യൗമുൽ ജുമുഅത്തി, ഹാദാ യൗമുൽ അഹദി. അയ്യു ഷഹ്റിൻ ഹാദ, ഏത് മാസമാണിത്. ഷഹ്റുൻ മാസം. അയ്യു ഷഹ്റിൻ ഹാദ, ഏത് മാസമാണിത്. ഹാദാ ഷഹ്റു റജബിൻ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, ഷഹറിന്റെ കൂടെ കസ്ർ കൊടുത്താണ് പറയുന്നത്. ഹാദാ ഷഹ്റു റജബിൻ, ഇത് റജബ് മാസമാണ്. അയ്യു കുല്ലിയത്തിൻ ഹാദിഹി, ഇതേത് കോളേജാണ്. ഹാദിഹി കുല്ലിയത്തു തിജാറത്തി, ഇത് കോളേജ് ഓഫ് ബിസിനസ് സ്റ്റഡീസ് ആണ്. ഫി അയ്യി മദ്രസത്തിൻ അൻത, ഫി അയ്യി മദ്രസത്തിൻ അൻത, ഇൻ വിച്ച് സ്കൂൾ യു ആർ. യു ആർ ഇൻ വിച്ച് സ്കൂൾ. ഫി അയ്യി മദ്രസത്തിൻ അൻത, നീ ഏത് സ്കൂളിലാണ്. അന ഫിൽ മദ്രസത്തിൽ മുതവസ്സിത, ഞാൻ മിഡിൽ സ്കൂളാണ്. മുതവസ്സിത അൽ മുതവസ്സിതതു മിഡിൽ. അന ഫിൽ മദ്രസത്തിൽ മുതവസ്സിതതി, ഞാൻ മിഡിൽ സ്കൂളിലാണ്. മിൻ അയ്യി ബലദിൻ അൻത, നീ ഏത് നാട്ടിൽ നിന്നുള്ളതാണ്. യാ ഉഖ്തു, അല്ല, അപ്പൊ അൻത അല്ല, അൻതിയാണ്. മിൻ അയ്യി ബലദിൻ അൻതി യാ ഉഖ്തു, സഹോദരി നീ ഏത് നാട്ടിൽ നിന്നുള്ളയാളാണ്. അന മിനൽ യൂനാനി, ഞാൻ ഗ്രീസിൽ നിന്നുള്ള ആളാണ്. യൂനാൻ ഗ്രീസ്. അന മിനൽ യൂനാനി.
അപ്പൊ ഇവിടെ പറഞ്ഞ പേരുകളുണ്ടല്ലോ, ഈ പേരുകൾ ലമ്മിൽ അവസാനിക്കുന്ന പേരുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വില്യമു, എഡ്വേർഡു, 2 ലമ്മില്ല, ഒരു ലമ്മേ ഉള്ളൂ. അതേപോലെ ലണ്ടനു, ബാരീസു, പാകിസ്ഥാനു, പാകിസ്ഥാൻ എന്ന് നമ്മൾ ബാക്കിസ്ഥാൻ എന്ന് അറബികൾ പറയാറില്ല കേട്ടോ, പാകിസ്ഥാനു. ഇസ്തംബൂളു, ഇസ്തംബൂൾ. ഇബ്രാഹിമു, ഇസ്മായിലു, ഇസ്ഹാഖു, യഅഖൂബു, അയ്യൂബു, സുലൈമാനു, ദാവൂദു, യൂനുസു, ഇദ്രീസു, ജബ്രായീലു, മീകായീലു, ഫിർഔനു. ഇതിനെല്ലാം എന്തേ ഉള്ളൂ? ഒരു ലമ്മേ ഉള്ളൂ, 2 ലമ്മില്ല. ഓക്കെ, ഇതെല്ലാം വായിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഇഖ്റഅൽ മിസാൽ സുമ്മ ഹവ്വിൽ ജുമലിൽ ആതിയത്തി മിസ്ലഹു. ഉദാഹരണം വായിച്ചിട്ട് തുടർന്ന് വരുന്ന വാക്യങ്ങൾ അതുപോലെ പൂർത്തീകരിക്കുക. അൻത ദഹബത ഇലൽ മദ്രസതി, അൻത ദഹബത ഇലൽ മദ്രസതി, നീ സ്കൂളിലേക്ക് പോയി. അൻതും ദഹബതും ഇലൽ മദ്രസതി, നിങ്ങൾ സ്കൂളിലേക്ക് പോയി. അൻതും ദഹബതും. അൻത ദഹബത, അൻതും ദഹബതും. അൻത ഖറജത മിനൽ ഫസ്ലി, അൻത ഖറജത മിനൽ ഫസ്ലി, നീ ക്ലാസ്സിൽ നിന്നും പുറത്തു പോയി. അൻതും ഖറജതും മിനൽ ഫസ്ലി. അൻത ജലസ്ത ഫിൽ ഫസ്ൽ, നീ ക്ലാസ്സിൽ ഇരുന്നു. അൻത ജലസ്ത ഫിൽ ഫസ്ൽ. അൻതും ജലസ്തും ഫിൽ ഫസ്ൽ, നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്നു. ഐന ദഹബത യാ അഖി, ഐന ദഹബത യാ അഖി, ദഹബത നീ പോയി. ഐന ദഹബത യാ അഖി, സഹോദര നീ എവിടെ പോയി. ഐന ദഹബതും യാ ഇഖ്വാനി, സഹോദരന്മാരെ നിങ്ങൾ എവിടെ പോയി. ലിമാദ ഖറജത മിനൽ ഫസ്ൽ യാ വലദു, യാ വലദു, കുട്ടി നീ എന്തിനാണ് ക്ലാസ്സിൽ നിന്നും പുറത്തു പോയത്. ഖറജത നീ പുറത്തു പോയി. ലിമാദ ഖറജത, ലിമാദ എന്തിനു വേണ്ടി. ലിമാദ ഖറജത മിനൽ ഫസ്ൽ യാ, ലിമാദ ഖറജതും മിനൽ ഫസ്ൽ യാ ഔലാദു. ഓക്കെ, ഇതിൽ ടെക്സ്റ്റ് അനുസരിച്ച് 4-5 പേജുണ്ട്. നമ്മൾ 1ാം ക്ലാസ് തുടങ്ങിയതുപോലെ അല്ല ഇപ്പോഴുള്ളത്. അതുകൊണ്ട് കൂടുതൽ ഭാഗങ്ങൾ വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ പുതുതായി പഠിച്ച പദങ്ങൾ വളരെ കുറവാണ്. കുല്ലിയത്ത്, കുല്ലിയാത്ത്, കുല്ലിയത്തിൻ്റെ ഏകവചനം, കുല്ലിയത്ത് ഒരു പദം, ഹഫീദത്ത്, ഹഫീദ് 2ാമത്തെ പദം. അതേപോലെ അഹ്ലിന്റെ ബഹുവചനം ഇഖ്വാൻ, അഹ്ലം വസഹ്ലൻ എന്ന പ്രയോഗം, നസ്രാനി എന്ന പദം, യൂനാൻ എന്ന പദം നേരത്തെ വന്നിട്ടുള്ള ഓർമ്മ. യൂനാൻ പുതിയ പദമായിലൂടെ എണ്ണിയിട്ടുണ്ടെങ്കിൽ 6 പദങ്ങളാണ് പുതുതായിട്ട് നമ്മൾ പഠിച്ചത്. 5 പേജാണ് നാം പ്രാക്ടീസ് ചെയ്തത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ടെക്സ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരുപാട് വൊക്കാബുലറി പഠിപ്പിക്കാതെ ഗ്രാമർ നന്നായി പഠിപ്പിക്കുക എന്നതാണ്. വ്യാകരണം നന്നായി പഠിപ്പിക്കുക. പദങ്ങൾ കുറച്ച്, നിങ്ങൾ പഠിക്കുന്ന പദങ്ങൾ വെച്ച് തന്നെ കൂടുതൽ കാര്യങ്ങൾ പ്രയോഗിക്കാൻ പഠിക്കുക. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് കൂടുതൽ വായിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ അറബി യൂട്യൂബൊക്കെ നിങ്ങൾ ബ്രൗസ് ചെയ്യുമ്പോൾ അറബി ക്ലാസ്സുകൾ, ഖുർആൻ ക്ലാസ്സുകളൊക്കെ സെലക്ട് ചെയ്ത് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് അറബി മനസ്സിലാകണം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയുമുണ്ട്, പക്ഷേ നിങ്ങൾക്കിത് അത് പ്രാക്ടീസ് ചെയ്യേണ്ട സമയമാണ്. ഖുർആനൊക്കെ വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. വായിച്ചാൽ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ